ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നീറ്റ് 2021 എക്സാം കഴിഞ്ഞു. അപ്പോൾ ബയോളജിയുടെയും ഫിസിക്സിൻ്റെയും ഡിസ്കഷൻ നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ കെമിസ്ട്രിയുടെ ഡിസ്കഷനാണ് ഇനിയിപ്പോൾ അടുത്തത് വരുന്നത്. അപ്പോൾ കെമിസ്ട്രി എങ്ങനെ ഉണ്ടായിരുന്നു? കെമിസ്ട്രിയുടെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് കുറച്ചുകൂടി ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുപോലെ തന്നെ കുറച്ച് അധികം NCERT-നെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതലും കെമിസ്ട്രിയിലുണ്ടായിരുന്നു. ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആയിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറയാറുണ്ട്, ഒരു ക്വസ്റ്റ്യൻ കൺഫ്യൂസിങ് ആണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. അങ്ങനെ സ്കിപ്പ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി ഏറ്റവും അവസാനം വേണം കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സ് അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബയോളജി അറ്റൻഡ് ചെയ്യാനോ ഉള്ള ഒരു സമയം നിങ്ങൾക്ക് കിട്ടാതെ വരും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പോൾ എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം, ഗിവൺ ബിലോ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. റിയാക്ഷൻ ക്യാൻ ഹാവ് സീറോ ആക്ടിവേഷൻ എനർജി and reason the minimum extra amount of energy absorbed by reactant molecules so that their energy becomes equal to threshold value is called activation energy. അപ്പോൾ ഇതിൽ അസേർഷൻ ട്രൂ ആണോ, റീസൺ ട്രൂ ആണോ, അല്ലെങ്കിൽ അസേർഷൻ ഫാൾസ് ആണോ, റീസൺ ഫാൾസ് ആണോ, അത്രയേ ഉള്ളൂ. റിയാക്ഷൻ ക്യാൻ ഹാവ് സീറോ ആക്ടിവേഷൻ എനർജി, അത് കറക്റ്റ് ആണോ അല്ലയോ? അപ്പം ഞാനതൊരു വേറെ പേജിലേക്ക് മാറ്റി എഴുതാം. ആക്ടിവേഷൻ എനർജിയുടെ ഗ്രാഫ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു പോയിൻ്റാണ് ത്രഷോൾഡ് എനർജി എന്ന് പറയുക. ഓക്കെ, ദെൻ റിയാക്റ്റൻ്റ് മോളിക്യൂൾസിൻ്റെ ഇനീഷ്യൽ എനർജിയാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് എന്ത് ചെയ്യണം? ത്രഷോൾഡ് എനർജി കിട്ടാനായിട്ടുള്ള മിനിമം എമൗണ്ട് ഓഫ് എനർജി, അതാണ് ആക്ടിവേഷൻ എനർജി എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? A reaction can have zero activation energy. നമുക്കറിയാം K is equal to Arrhenius equation, K is equal to A e raised to minus EA by RT ആണ്. ഓക്കെ, അപ്പോൾ EA 0 ആണെങ്കിൽ എന്ത് സംഭവിക്കും? K is equal to A e raised to 0. E raised to 0 is 1 and K is equal to A. ഓക്കെ, പ്രീ എക്സ്പൊണൻഷ്യൽ ഫാക്ടർ K is equal to A ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? എല്ലാ കൊളീഷൻസും പ്രോഡക്റ്റായിട്ട് ഫോം ചെയ്യുന്നതാണ്. എല്ലാ കൊളീഷൻസും പ്രോഡക്റ്റായിട്ട് ഫോം ചെയ്യുമോ? ഇല്ല. പ്രോപ്പർ ഓറിയൻറ്റേഷനിൽ വന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? കൊളീഷൻ ഇഫക്റ്റീവ് ആകത്തുള്ളൂ. ആക്ടിവേഷൻ എനർജി 0 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. അങ്ങനെ 0 ആയിക്കഴിഞ്ഞാൽ എല്ലാ കൊളീഷൻസും പ്രോഡക്റ്റ് ഫോർമേഷനിലേക്ക് വരും. ഓക്കെ, അതായത് പ്രോപ്പർ ഓറിയൻറ്റേഷൻ ആ ഒരു കോൺസെപ്റ്റ് ഒന്നും നോക്കാതെ നേരെ പ്രോഡക്റ്റ് ഫോർമേഷനിലേക്ക് വരും. അപ്പോൾ അസേർഷൻ എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യനിൽ എന്താണ്? ദ അസേർഷൻ ഇസ് റോങ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ദ മിനിമം എക്സ്ട്രാ എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ്ഡ് ബൈ റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് സോ ദാറ്റ് ദെയർ എനർജി ബിക്കംസ് ഈക്വൽ ടു ത്രഷോൾഡ് വാല്യൂ. നമുക്കിവിടെ ഈ ഗ്രാഫിൽ തന്നെ കാണാവുന്നതാണ്. ത്രഷോൾഡ് വാല്യൂ ആകാൻ വേണ്ടിയിട്ട് റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് അബ്സോർബ് ചെയ്യുന്ന എനർജി, അത് തന്നെയാണ് എന്ത്? ആക്ടിവേഷൻ എനർജി. അപ്പോൾ അസേർഷൻ ഫാൾസ് ആണ് ആൻഡ് റീസൺ ട്രൂ ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏതാണ് നമ്മുടെ ഓപ്ഷൻ വരിക? നമ്മുടെ ഓപ്ഷൻ എ ഇസ് ഫാൾസ്, അതായത് അസേർഷൻ ഫാൾസ് ആണ്, റീസൺ ട്രൂ ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, ആൻഡ് 52 ഡയറക്റ്റ് NCERT ക്വസ്റ്റ്യൻ ആണ്. അപ് ടു നൈട്രജൻ മോളിക്കുലർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ എങ്ങനെയാണ് വരിക? ദ ഫസ്റ്റ് വൺ ഈസ് സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, sigma 2s, sigma star 2s, then pi 2px, pi 2py, അതിനുശേഷം sigma 2pz, then pi star 2px, pi star 2py, sigma star 2pz. ഇവിടെ ഡയറക്റ്റ് ഓപ്ഷൻ ഇവിടെ കിടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഓപ്ഷൻ sigma 1s, sigma star 1s, 2s, then pi 2px, pi 2py, sigma 2pz, then pi 2px, pi 2py, sigma star 2pz. That is option 3 is the correct answer. വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, then 53, the given compound is an example of allylic halide, vinylic halide, benzylic halide and aryl halide. അപ്പോൾ ഇവിടെ ആദ്യം നോക്കേണ്ടത് എന്താ? ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ നോക്കുക, അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ നോക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഈ കാർബണാണ്.
ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്താ? 4 ബോണ്ട് സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ദാറ്റ് ഈസ് sp3. ഓക്കെ, ദെൻ ഈ കാർബണിൻ്റെ തൊട്ടടുത്തുള്ള കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ, തൊട്ടടുത്തുള്ള കാർബൺ ഇതാണ് ഇവിടെ sp2. ആൻഡ് ഇറ്റ് ഈസ് എൻ ആരോമാറ്റിക് കോമ്പൗണ്ട് ഓർ ആലിഫാറ്റിക് കോമ്പൗണ്ട്? ഇറ്റ്സ് ആൻ ആലിഫാറ്റിക് കോമ്പൗണ്ട്. ആലിഫാറ്റിക്, അതായത് സ്ട്രെയിറ്റ് ചെയിൻ കോമ്പൗണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കാർബൺ എന്തായിട്ട് വരും? ദാറ്റ് വിൽ ബി ആൻ അലൈലിക് കാർബൺ. അലൈലിക് കാർബണിലേക്ക് ഹാലജൻ ആറ്റ് അറ്റാച്ച് ചെയ്ത ഹലജനസ് അലൈലിക്, the halo alkane or halo arene is allylic halide. ഇപ്പോൾ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം, ദാറ്റ് ഈസ് അലൈലിക് ഹാലൈഡ്. കാരണം ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അലൈലിക് കാർബൺ ആണ്. അലൈലിക് കാർബൺ എന്ന് പറഞ്ഞാൽ അത് sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആയിരിക്കും. അതിൻ്റെ തൊട്ടടുത്ത് sp2 ആയിരിക്കും. മാത്രമല്ല അതൊരു ആലിഫാറ്റിക് കോമ്പൗണ്ട് ആയിരിക്കും. ആ sp2 എന്ന് പറയുന്നത് ഒരു ആലിഫാറ്റിക് കോമ്പൗണ്ടിലെ കാർബൺ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ആൻസർ എന്താ വരിക? അലൈലിക് ഹാലൈഡ് ആണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹോമോലെപ്റ്റിക് കോംപ്ലക്സ് ഫ്രം ദ ഫോളോവിങ് കോംപ്ലക്സ് ഇസ്. ഹോമോലെപ്റ്റിക് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോംപ്ലക്സിൽ ഒരേ ഒരു ടൈപ്പ് ലിഗാൻഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, അതല്ലെങ്കിൽ ഡോണർ ആറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരേ ഒരു ടൈപ്പ് ലിഗാൻഡ് അല്ലെങ്കിൽ ഡോണർ ആറ്റം. ഇപ്പോൾ ഒരു ഓപ്ഷൻ നോക്കാം. പെൻറ്റാ അമീൻ കാർബണേറ്റോ. അമീനും ഉണ്ട് കാർബണേറ്റോ ഉണ്ട്. അതും 2 ലിഗാൻഡ്, 2 ഡിഫറെൻറ്റ് ടൈപ്പാണ്, ഹോമോലെപ്റ്റിക് അല്ല. ട്രൈ അമീൻ ട്രൈ അക്വ. അമീനും ഉണ്ട് വാട്ടർ മോളിക്യൂളും ഉണ്ട്, 2 ഡിഫറെൻറ്റ് ടൈപ്പാണ്. പൊട്ടാസ്യം ട്രൈ ഓക്സാലേറ്റോ അലൂമിനേറ്റ്. ട്രൈ ഓക്സാലേറ്റോ മാത്രമേ ലിഗാൻഡ് ആയിട്ടുള്ളൂ. അപ്പോൾ ഒരേ ഒരു ടൈപ്പ് ലിഗാൻഡ്സ് വരുന്നതാണ് ഹോമോലെപ്റ്റിക് കോംപ്ലക്സ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? ദാറ്റ് ഈസ് ഓപ്ഷൻ 3. ഓപ്ഷൻ 3 ആണ് നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഇനി അടുത്ത് നോക്കുക, ഡൈ അമീൻ ക്ലോറിഡോ. അമീനും ഉണ്ട് ക്ലോറിനും ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പാണ്, ഹോമോലെപ്റ്റിക് അല്ല ഹെട്രോലെപ്റ്റിക് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ദ റൈറ്റ് ഓപ്ഷൻ ഫോർ ദ മാസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹീറ്റിംഗ് 20 gram of 20% പ്യുവർ ലൈംസ്റ്റോൺ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ മോക്ക് ടെസ്റ്റിൽ ഒരുപാട് വന്നിട്ടുള്ളതാണ്. പ്യൂരിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ മുൻ വർഷത്തെ നീറ്റ് എക്സാമിനും ഇതുപോലത്തെ ടൈപ്പ് സെയിം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വാല്യൂസ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെന്നുള്ളൂ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ തന്നിരിക്കുന്ന റിയാക്ഷൻ എന്താ? കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്ത് കാൽസ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡുമായിട്ട് മാറുക. അതിൽ 20 gram ആണ് യൂസ് ചെയ്തത്. പക്ഷേ 20 ഗ്രാമിൽ മൊത്തം കാൽസ്യം കാർബണേറ്റ് അല്ല, അതിൽ 20% കാൽസ്യം കാർബണേറ്റ് ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എത്ര മാസ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താ? ആ ഇക്വേഷൻ അങ്ങ് എഴുതുക. ഓക്കെ, ഇക്വേഷൻ ദാറ്റ് ഈസ് കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസ് ടു calcium carbonate decomposed to calcium oxide and carbon dioxide. ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ അല്ലയോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. അത് പോയാൽ ആൻസർ തെറ്റി. ഇക്വേഷൻ കാൽസ്യം ബാലൻസ്ഡ് ആണ് ആൻഡ് ഓക്സിജൻ ബാലൻസ്ഡ് ആണ്, കാർബൺ ബാലൻസ്ഡ് ആണ്. ദെൻ മോൾസ് റേഷ്യോ, സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻറ്റ്, കാൽസ്യം കാർബണേറ്റ് ഇവിടെ 1 വരും, കാൽസ്യം ഓക്സൈഡ് 1 ആൻഡ് കാർബൺ ഡയോക്സൈഡ് 1. ദെൻ ആക്ച്വൽ മോൾസ് റേഷ്യോ ഇൻറ്റു കോമൺ കോൺസ്റ്റൻറ്റ് എക്സ്. ഇപ്പോൾ ഇവിടെ എക്സ് നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? മാസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഫോംഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ തന്നിരിക്കുന്നു ദ മാസ് ഓഫ് കാൽസ്യം കാർബണേറ്റ് യൂസ്ഡ് ഈസ് 20 gram ആൻഡ് പ്യൂരിറ്റി ഈസ് 20% എന്ന് പറഞ്ഞാൽ 20 ഗ്രാമിൽ 20% ആണ് റിയാക്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എഴുതാം മാസ് ഓഫ് കാൽസ്യം കാർബണേറ്റ് റിയാക്റ്റഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു, അത് എത്രയാണ്? 20 ഗ്രാമിൽ 20%. 20 ഗ്രാമിൽ 20%. ഇപ്പോൾ എത്ര വരും? ദാറ്റ് വിൽ ബി 4 gram. അപ്പോൾ 4 gram ആണ് റിയാക്ട് ചെയ്തത്. 20 gram ആഡ് ചെയ്തെങ്കിലും 4 gram റിയാക്ട് ചെയ്തു. ഇനി നമുക്ക് എന്ത് കാണാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് CO2 കിട്ടിക്കഴിഞ്ഞാൽ ആൻസറായി. നമ്പർ ഓഫ് മോൾസ് ഓഫ് CO2 എന്താണ്? എക്സ് ആണ്. എക്സ് കണ്ടുപിടിക്കാൻ വേറെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? എക്സ് കണ്ടുപിടിക്കാൻ കാൽസ്യം കാർബണേറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസും എക്സ് ആണ്.
അപ്പോൾ എന്ത് ചെയ്യുക, കാൽസ്യം കാർബണേറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. കാൽസ്യം കാർബണേറ്റ് ഗിവൺ മാസ് 4 ആൻഡ് മോളിക്കുലർ മാസ് ഓഫ് കാൽസ്യം കാർബണേറ്റ് കാൽസ്യം 40, കാർബൺ 12, ഓക്സിജൻ 16, 16 × 3 48. ഇപ്പോൾ ഇവിടെ എത്ര വരും, 4/100 വരും. ഓക്കെ, അപ്പോൾ ഈ 4/100 ആണ് എന്ത്, കാൽസ്യം കാർബണേറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടിയോ. ഇനി എന്ത് ചെയ്യുക, നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അതെത്രയാണ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എക്സ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്. എക്സിൻ്റെ വാല്യൂ കിട്ടി 4/100. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, മാസ് ഓഫ് കാൽസ്യം കാർബണേറ്റ് ഫോംഡ് നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ്. അപ്പോൾ ഗിവൺ മാസ് എന്ത് കിട്ടും, നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളിക്കുലാർ മാസ്. നമ്പർ ഓഫ് മോൾസ് 4/100 ഇൻറ്റു molecular mass of carbon dioxide, that is 12 plus 32, that is 4 × 44/100. 4 × 44, 4 × 40 160, 4 × 4 16. ഓക്കെ, അപ്പോൾ എത്ര വരും, 4 × 44 അത്ര ചെയ്താൽ മതി. 4 × 40 ചെയ്യുക പ്ലസ് 4 × 4 ചെയ്യുക. അപ്പോൾ 160 പ്ലസ് 16 വരും. ദാറ്റ് ഈസ് 176/100, ദാറ്റ് ഈസ് 1.76 gram. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ, 1.76 വന്നിട്ടുണ്ടോ, വന്നിട്ടുണ്ട്. ഏതാണ്, ഓപ്ഷൻ 4. ഓപ്ഷൻ 4 മാർക്ക് ചെയ്തവർക്കൊക്കെ കറക്റ്റ് ആൻസറാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ റിലേഷൻ ബിറ്റ്വീൻ NM. NM is the number of permissible values of magnetic quantum number for a given value of azimuthal quantum number N. അതായത് NMഉം Lഉം തമ്മിലുള്ള റിലേഷനാണ്. NM എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് പെർമിസിബിൾ വാല്യൂസ് ഓഫ് ക്വാണ്ടം നമ്പർ, പെർമിസിബിൾ വാല്യൂസ് ഓഫ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. എത്ര മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഉണ്ട് അതാണ് NM എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡയറക്റ്റ് ഫോർമുല ക്വസ്റ്റ്യൻ ആണ്. Direct formula question, that is the answer is option 3. L is equal to NM minus 1/2. ഇനി ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ അറിയില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ ഇരിക്കുകയാണെങ്കിൽ വെറുതെ 4 ഓപ്ഷനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയായിരുന്നു എന്ന്. ഓക്കെ, ഇപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് അറിയില്ലെങ്കിലും ഓപ്ഷനിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. L is equal to NM minus 1/2. ഓക്കെ, ഇപ്പോൾ എല്ലിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ എമ്മിൻ്റെ വാല്യൂ എന്ത് വരും, -L to +L ഇൻക്ലൂഡിങ് 0. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ ഇവിടെ 0 മാത്രമേ വരൂ. എല്ലിൻ്റെ വാല്യൂ 1 ആണെങ്കിലോ എമ്മിൻ്റെ വാല്യൂ -1 0 +1. അപ്പോൾ ടോട്ടൽ എത്ര വരും, 3 വരും അല്ലേ. എല്ലിൻ്റെ വാല്യൂ 2 ആണെങ്കിലോ M is equal to -L to +L ഇൻക്ലൂഡിങ് 0. -2 -1 0 +1 +2. അപ്പോൾ ടോട്ടൽ എത്ര വരും, ടോട്ടൽ 5 വരും. അതായത് ഇത്രയേ ഉള്ളൂ. എസ്സിൽ എത്ര ഓർബിറ്റൽ, ഒരെണ്ണം, അത്രയും മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ വാല്യൂസ് വരും. L equal to 1 ആണെങ്കിൽ P സബ്ഷെൽ എത്ര ഓർബിറ്റൽ ഉണ്ട്, 3 എണ്ണം വരും. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ വാല്യൂസ് 3 വരും. L is equal to 2 എന്ന് പറയുമ്പോൾ D വരും. D സബ്ഷെൽ എത്ര ഓർബിറ്റൽ ഉണ്ട്, 5 എണ്ണം വരും. അപ്പോൾ എമ്മിൻ്റെ വാല്യൂസ് എത്ര എണ്ണം വരും, 5 എണ്ണം വരും. ദെൻ F ആണെങ്കിൽ എല്ലിൻ്റെ വാല്യൂ 3. അപ്പോൾ എമ്മിൻ്റെ വാല്യൂസ് ഏതൊക്കെ വരും, -3 -2 -1 0 +1 +2 +3. ഇപ്പോൾ ടോട്ടൽ എത്ര വരും, ടോട്ടൽ 7 വരും. എത്ര ഓർബിറ്റൽ ഉണ്ടോ അത്രയും മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ വാല്യൂസ് വരും. ഈ വാല്യൂസ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പോരെ ഓരോ ഓപ്ഷനിലും. ഓക്കെ, ഫോർമുല അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നോക്കുക, ഏതെങ്കിലും ഒരു വാല്യൂസ് ഞാനിപ്പോൾ എടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഡിയുടെ മാത്രം എടുക്കുക. ഓക്കെ, ഇപ്പോൾ NM എത്ര എണ്ണം ഉണ്ട്, ഡി ആണെങ്കിൽ എത്ര എണ്ണം വന്നു, M 5 എണ്ണം വന്നു. അപ്പോൾ 5 എണ്ണം വന്നു കഴിഞ്ഞപ്പോൾ 5 - 1/2 4/2 എത്രയാണ്, 2. എല്ലിൻ്റെ വാല്യൂ 2 അല്ലേ. ഇനി എഫിൻ്റെ എടുത്ത് നോക്കുകയാണ്. എഫിൽ NM എത്രയാണ്, എത്ര ഓർബിറ്റൽസ് ഉണ്ട്, 7. എത്ര മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ വരും, 7. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. 7 - 1 ഡിവൈഡഡ് ബൈ 2 6/2 ദാറ്റ് ഈസ് 3. കറക്റ്റ് അല്ലേ. ഇനി L equal to 1 അതായത് P സബ്ഷെല്ലിൽ എമ്മിൻ്റെ വാല്യൂ 3 എണ്ണം വരും. 3 - 1/2
ദാറ്റ് ഈസ് 2/2 1. കറക്റ്റ് അല്ലേ? ഇനി 1 മൈനസ് 0 എസിൻ്റെ 1 മൈനസ് 0/2 ദാറ്റ് ഈസ് 0. കറക്റ്റ് അല്ലേ? ജസ്റ്റ് ഫോർമുലാസ് 4 ഓപ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടാവുന്നതാണ്. ഫോർമുല അറിയില്ല കൂടി. ഓക്കെ, ഇപ്പോൾ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫോർമുല അറിയില്ലെങ്കിലും നമുക്ക് ഇതേപോലെ ഓപ്ഷനിൽ ചെയ്തെടുത്ത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 56 ആൻസർ പറഞ്ഞു. ഇനി അടുത്തത് 57. ഇനിയാണ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു അതിപ്രസരം. നോക്കുക, ഓരോ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിട്ട് അതിൽ ആദ്യം തന്നെ ചെയ്യേണ്ടത്, ഞാൻ പറയാറുണ്ട്, ഫസ്റ്റ് തന്നെ കറക്റ്റാണോ ഇൻകറക്റ്റ് എങ്കിൽ അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക, എന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുക. അപ്പോൾ ഇങ്ങനെ വായിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നെഗറ്റീവ് മാർക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായിരുന്നു? ആറ്റംസ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ആർ കമ്പോസ്ഡ് ഓഫ് 2 ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ്. 2 ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ ആണോ? അല്ല, 3 എണ്ണം ഉണ്ട്. പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഈസ് റോങ്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ദ മാസ് ഓഫ് ദ ഇലക്ട്രോൺ ഇസ് 9.10939 ഇൻറ്റു 10⁻⁻31 കിലോഗ്രാം. യെസ്, കറക്റ്റാണ്. All the isotopes of a given element show same chemical properties. ഒരു എലമെൻറ്റിൻ്റെ ഐസോടോപ്സ് സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കുമോ? പീരിയോഡിക് ടേബിളിൻ്റെ ബേസിക് ലോ എന്താണ്? എല്ലാ എലമെൻസും അതിൻ്റെ അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രോപ്പർട്ടീസും ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ വേരി ചെയ്യും, അല്ലേ? പീരിയോഡിക് പ്രോപ്പർട്ടീസ് ഓഫ് ദ അറ്റോമിക് നമ്പർ. ഐസോടോപ്പിൻ്റെ എന്താണ്? അറ്റോമിക് നമ്പർ സെയിം ആണ്. അറ്റോമിക് നമ്പർ സെയിം ആണെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഓക്കെ, ദെൻ പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ് ആർ കളക്റ്റീവ്ലി നോൺ ആസ് ന്യൂക്ലിയോൺസ്. അല്ല, ന്യൂക്ലിയോൺസ് എന്ന് പറയാൻ ന്യൂക്ലിയസിനകത്തുള്ള സ്പീഷീസ്. ന്യൂക്ലിയസിനകത്ത് ഏതൊക്കെയുണ്ട്? പ്രോട്ടോൺസും ഉണ്ട്, ന്യൂട്രോൺസും ഉണ്ട്. പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആണ് ന്യൂക്ലിയോൺസ്, ഇലക്ട്രോൺസ് അല്ല. അപ്പോൾ തെറ്റാണ്. Dalton's atomic theory regarded the atom as an ultimate particle of matter. കറക്റ്റാണ്, ഡയറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ ബി കറക്റ്റാണ്, സി കറക്റ്റാണ്, ഇ കറക്റ്റാണ്. BZE അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതാണ് കറക്റ്റ്. BZE ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ അടുത്ത പേജിലേക്ക് പോവാം. വീണ്ടും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഹെട്രോജീനിയസ് കാറ്റലൈസിസ്? ആദ്യം തന്നെ ഈ വേർഡ് അണ്ടർലൈൻ ചെയ്തിട്ട് വേണം ആൻസർ ചെയ്യാൻ. ഹെട്രോജീനിയസ് എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻസും കാറ്റലിസ്റ്റും ഡിഫറെൻറ്റ് ഫേസിൽ വരും. ഡിഫറെൻറ്റ് ഫേസ്. ഓക്കെ, ആദ്യത്തേത് ഡീകമ്പോസിഷൻ ഓഫ് ഓസോൺ ഇൻ പ്രസൻസ് ഓഫ് നൈട്രജൻ മോണോക്സൈഡ്. രണ്ടും ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. അല്ല. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ഹെട്രോജീനിയസ് അല്ല. രണ്ടാമത്തേത് കോമ്പിനേഷൻ ബിറ്റ്വീൻ ഡൈനൈട്രജൻ ആൻഡ് ഡൈഹൈഡ്രജൻ ടു ഫോം അമോണിയ ഇൻ ദ പ്രസൻസ് ഓഫ് ഫൈനലി ഡിവൈഡഡ് അയൺ. നൈട്രജനും ഹൈഡ്രജനും ഗേഷ്യസ് സ്റ്റേറ്റിലാണ്, അയൺ സോളിഡ് സ്റ്റേറ്റിലാണ്, ഡിഫറെൻറ്റ് ഫേസ് ആണ്. അപ്പോൾ അവർ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 2, ഹെട്രോജീനിയസ് catalysis. ഓപ്ഷൻ 2 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി ഓപ്ഷൻ 3 ഓക്സിഡേഷൻ സൾഫർ ഡയോക്സൈഡ് ഇൻറ്റു സൾഫർ ട്രയോക്സൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. രണ്ടും ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. അല്ല. ഹൈഡ്രോളിസിസ് ഓഫ് ഷുഗർ കാറ്റലൈസ്ഡ് ബൈ H+ അയോൺസ്. അതുമല്ല. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് ഓപ്ഷൻ 2. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വെയ്റ്റ് ഓഫ് 2 moles ഓഫ് ദ ഓർഗാനിക് കോമ്പൗണ്ട് വിച്ച് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഹീറ്റിംഗ് sodium ethanoate with sodium hydroxide in the presence of calcium oxide. ഓർഗാനിക് കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻ സം ബേസിക് കോൺസെപ്റ്റുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ റിയാക്ഷനിൽ എന്ത് പ്രോഡക്റ്റ് വരും അത്ര അറിഞ്ഞാൽ മതി. അപ്പോൾ ഈ റിയാക്ഷനിൽ എന്തൊക്കെയാണ് റിയാക്റ്റൻസ് അതാദ്യം നോക്കുക. എന്തൊക്കെയാണ് റിയാക്റ്റൻ? സോഡിയം എത്തനോയേറ്റ്, സോഡിയം ഹൈഡ്രോക്സൈഡ്. ദെൻ ഇത് റിയാക്ട് ചെയ്യുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് കാൽസ്യം ഓക്സൈഡ്. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള റിയാക്ഷനാണ്, ഡീകാർബോക്സൈലേഷൻ റിയാക്ഷൻ. അപ്പോൾ ആ റിയാക്ഷൻ ആദ്യം എഴുതാം. sodium ethanoate, that is CH3COONA plus sodium hydroxide NaOH.
ആരുടെ പ്രസൻസിലാണ് റിയാക്ട് ചെയ്യുക? കാൽസ്യം ഓക്സൈഡിൻ്റെ പ്രസൻസിൽ. എങ്ങനെയാണ് വരിക? ഇവിടെ COONയും NaOയും എലിമിനേറ്റ് ചെയ്യും. ദെൻ CH3യും Hയും കൂടി കമ്പൈൻ ചെയ്യും. അപ്പോൾ ഇവിടെ എന്ത് പ്രോഡക്റ്റ് വരും? ഇവിടെ നോക്കുക, CH3 Hയും കൂടി കമ്പൈൻ ചെയ്താൽ CH4. ആൻഡ് ദ ബൈ പ്രോഡക്റ്റ് 2 സോഡിയം Na2, 1 കാർബൺ, ദെൻ 3 ഓക്സിജൻ Na2CO3, സോഡിയം കാർബണേറ്റ്. ഇനി ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ 2 moles of organic weight of 2 moles of organic compound which is obtained by heating. ഈ റിയാക്ഷനിൽ ഫോം ചെയ്തിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട് ഏതാ? ദാറ്റ് ഈസ് CH4. അത് എത്രയുണ്ട്? CH4 എത്രയുണ്ട്? 2 mol. 2 mol ഉണ്ട്. 2 mol CH4, 2 mol ഓർഗാനിക് കോമ്പൗണ്ട് ഫോം ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വെയിറ്റ് എത്രയാണ്? വെയിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ്. ഓക്കെ, അപ്പോൾ ഗിവൺ മാസ് ഇസ് ഈക്വൽ ടു മോളിക്കുലാർ മാസ് ഇൻറ്റു നമ്പർ ഓഫ് മോൾസ്. മോളിക്കുലാർ മാസ് ഓഫ് CH4. ഇപ്പോൾ ഇവിടെ എത്ര വരും? കാർബൺ 12, ഹൈഡ്രജൻ 1 × 4 into 2, 16 into 2, that is 32 gram. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏതായിരിക്കും നമ്മുടെ ആൻസർ? ആൻസർ ഇസ് ഓപ്ഷൻ ഡി, 32 gram. CH4 ആണ് ഫോം ചെയ്യുന്നത്. അത് 2 moles ഉണ്ട്. ഓക്കെ, 2 moles വരുമ്പോൾ മോളിക്കുലാർ മാസ് ഇൻറ്റു 2, ദാറ്റ് ഈസ് 32. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ. ദ നമ്പർ ഓഫ് സിഗ്മ ബോൺസ്, പൈ ബോൺസ് ആൻഡ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ pyridine റെസ്പെക്റ്റീവ്ലി ആർ. പിരിഡിൻ്റെ സ്ട്രക്ചർ അറിയാമെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. സിമ്പിൾ ക്വസ്റ്റ്യനാണ്. സ്ട്രക്ചർ അറിയാമെങ്കിൽ ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ പിരിഡിൻ്റെ സ്ട്രക്ചർ ഞാൻ വരയ്ക്കാം. പിരിഡിൻ എങ്ങനെയായിരുന്നു? റിങ്ങിൽ ഒരു കാർബണും ഹൈഡ്രജനും റീപ്ലേസ് ചെയ്ത് അതിൽ നൈട്രജൻ വരിക. ഓക്കെ, ബെൻസീൻ റിങ്ങിൽ കാർബണും ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത് നൈട്രജൻ വരിക. ഓക്കെ, ഈ പിരിഡിൻ സ്ട്രക്ചറിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നൈട്രജനിലേക്ക് ഒരു ഡബിൾ ബോണ്ടും ഒരു സിംഗിൾ ബോണ്ടും ഉണ്ട്. നൈട്രജൻ്റെ വാലൻസി 5 ആണ്. 3 ഇലക്ട്രോൺസ് ബോണ്ട് ചെയ്തു. അപ്പോൾ ബാക്കി എന്തുണ്ട്? ഒരു ലോൺ പെയർ അവിടെയുണ്ട്. ഓക്കെ, ദെൻ ഓരോ ജംഗ്ഷനിലും ഇവിടെ മാത്രം ഹൈഡ്രജൻ ഇല്ല. ബാക്കി എല്ലാ കേസിലും കാർബണും ഉണ്ട്, ഹൈഡ്രജനും ഉണ്ട്. അപ്പോൾ അതും കൂടി മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഹൈഡ്രജൻ, 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 ഹൈഡ്രജൻ. ഇനി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? സിഗ്മ ബോൺസും പൈ ബോൺസും ലോൺ പെയർ മാർക്ക് ചെയ്യാം. സിഗ്മ ബോൺസ്, പൈ ബോൺസ്, ലോൺ പെയർ. ഈ ക്വസ്റ്റ്യനിൽ ആദ്യം തന്നെ നമുക്ക് സിഗ്മ ബോണ്ട് മാർക്ക് ചെയ്യാം. എല്ലാ സിംഗിൾ ബോണ്ടും സിഗ്മ ബോണ്ടാണ്. അപ്പോൾ ഇവിടെ സിഗ്മ, 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 സിഗ്മ. ഓക്കെ, അപ്പോൾ CHൽ തന്നെ എത്ര സിഗ്മ? CHൽ തന്നെ 5 സിഗ്മ. തീർന്നിട്ടില്ല. ഇനി അടുത്തത് റിങ്ങിൽ സിംഗിൾ ബോണ്ടും ഉണ്ട്, ഡബിൾ ബോണ്ടും ഉണ്ട്. സിംഗിൾ ബോണ്ട് എല്ലാം സിഗ്മയായിരിക്കും. ഡബിൾ ബോണ്ടിൽ ഒരു സിഗ്മ, ഒരു പൈ. ഇപ്പോൾ സിഗ്മ, പൈ, സിഗ്മ, സിഗ്മ, പൈ, സിഗ്മ, സിഗ്മ, പൈ. ഓക്കെ, അപ്പോൾ ടോട്ടൽ റിങ്ങിൽ എത്രയുണ്ട്? 6 എണ്ണം ഉണ്ട്. റിങ്ങിൽ 6 സിഗ്മ ബോണ്ട്, ടോട്ടൽ 11 വരും. ആൻഡ് പൈ ബോണ്ട് എത്ര എണ്ണം ഉണ്ട്? എത്ര ഡബിൾ ബോണ്ട് ഉണ്ടോ അത്രയും പൈ ബോണ്ട്. അപ്പോൾ 3 വരും. എത്ര ലോൺ പെയർ ഉണ്ട്? നൈട്രജനിൽ ഒരു ലോൺ പെയർ, ദാറ്റ് ഈസ് 1. അവർ ആൻസർ ഈസ് 11, 3, 1. 11, 3, 1. ഇപ്പോൾ 11, 3, 1 ഏതാണ്? 11, 3, 1, that is option A. Option A, 11, 3, 1. Sigma bond 11, pi bond 3 and lone pair 1. Okay, simple question ആണ്. ഇനി അടുത്തത്, which among the following molecules on polymerization produces neoprene? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിയോപ്രീൻ്റെ മോണോമർ ഏതാണ്? അത്ര ഓർത്തിരുന്നാൽ മതി. നിയോപ്രീൻ്റെ മോണോമർ എന്താണ്? 2-chloro 1,3-butadiene. 2-chloro 1,3-butadiene ആണ് നിയോപ്രീനിൻ്റെ മോണോമർ. അപ്പോൾ ഇതിലേതാണ് 2-chloro 1,3-butadiene? ഈ 2-chloro എന്ന് ഓർത്തിരുന്നാൽ തന്നെ നമുക്കിവിടെ ആൻസറായി. കാരണം ക്ലോറിൻ ഉള്ളത് ഒരേ ഒരു ഓപ്ഷനിലേ ഉള്ളൂ.
ആദ്യത്തെ ഓപ്ഷനിൽ ക്ലോറിൻ ഇല്ല, രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലോറിൻ ഇല്ല, മൂന്നാമത്തെ ഓപ്ഷനിൽ ക്ലോറിൻ ഇല്ല, നാലാമത്തെ ഓപ്ഷനിൽ ക്ലോറിൻ ഉള്ളൂ. ക്ലോറിൻ ഉണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ ആൻസറായി. ഇനി അത് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്പർ ചെയ്യുമ്പോൾ 1 2 3 4 2 ക്ലോറോ, ദെൻ 1ലും 3ലും ഡബിൾ ബോണ്ട്, ദാർഫോർ 1 3 2 ഡബിൾ ബോണ്ട് വരുമ്പോൾ റൂട്ട് വേർഡിന് ശേഷം എ എന്നുള്ള ലെറ്റർ റിട്ടേൺ ചെയ്യുക, ബ്യൂട്ടാഡൈ. ഓക്കെ, ദാറ്റ് ഈസ് ഓപ്ഷൻ 4 is our correct answer. 2 chloro 1 3 butadiene. And next one, direct NCRT. The stability of Cu2 plus ions is more than Cu plus salts in aqueous solution due to D and F block elements. Direct NCRT യിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്സിഡേഷൻ ഓഫ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് അല്ല ഡയറക്റ്റ് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. Cu2 പ്ലസ് അയോൺസിന് മോർ നെഗറ്റീവ് ഹൈഡ്രേഷൻ എൻതാൽപ്പി ഉണ്ടാവും. അതായത് Cu2 പ്ലസ് അയോൺസ് വളരെ സ്ട്രോങ് ആയിട്ട് വാട്ടറുമായിട്ട് ബോണ്ട് ചെയ്യും, അപ്പോൾ കൂടുതൽ എനർജി റിലീസ് ആവും. ആ എനർജിയാണ് ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്ന് പറയുക. ഈ ഹൈഡ്രേഷൻ എൻതാൽപ്പി അല്ലെങ്കിൽ ഹൈഡ്രേഷൻ എനർജി കൂടുതലുള്ളത് കൊണ്ടാണ് Cu2 പ്ലസ് അയോൺസ് അക്വസ് സൊല്യൂഷനിൽ മോർ സ്റ്റേബിൾ ആയിട്ടുള്ളത്. ഡയറക്റ്റ് NCRT ക്വസ്റ്റ്യൻ. ഇപ്പോൾ ആൻസർ ഇസ് hydration energy or hydration enthalpy. And the next one, complete the following reaction. Okay, ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഒരു കാർബണൈൽ ഗ്രൂപ്പുള്ള കോമ്പൗണ്ടാണ്. ദെൻ എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? HCN-ഉമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഇത് നിങ്ങളുടെ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് എന്നുള്ള ചാപ്റ്ററിലാണ്. കാർബണൈൽ ഗ്രൂപ്പുള്ള ആൽഡിഹൈഡ്സോ കീറ്റോൺസോ HCN-ഉമായിട്ട് അല്ലെങ്കിൽ ഹൈഡ്രജൻ സയനൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സൈനോഹൈഡ്രിൻ ആണ് ഫോം ചെയ്യുക. ഇവിടെ സൈനോഹൈഡ്രിൻ ഓൾറെഡി തന്നിട്ടുണ്ട്. ദെൻ എന്ത് ചെയ്യണം? കോൺസെൻട്രേറ്റഡ് H2SO4-ഉമായിട്ട് റിയാക്ട് ചെയ്യണം. അപ്പോൾ സൈനോഹൈഡ്രിൻ കോൺസെൻട്രേറ്റഡ് H2SO4-ഉമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഈ CN സൈനൈഡ് മോളിക്യൂൾ അല്ലെങ്കിൽ സൈനൈഡ് കോമ്പൗണ്ട് അവിടെ കാർബോക്സിലിക് ആസിഡായിട്ട് കൺവേർട്ട് ആവും. ഓക്കെ, ദെൻ ഇവിടെ നടക്കുന്നത് ഡീഹൈഡ്രേഷൻ റിയാക്ഷനാണ്. അതായത് ഈ OH മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യും, അതിൻ്റെ തൊട്ടടുത്തുള്ള കാർബണിൽ നിന്ന് ഒരു ഹൈഡ്രജനും കൂടി എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ നിന്നൊരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എലിമിനേറ്റ് ചെയ്തു, അതിന് ഇവിടെ നിന്നൊരു ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്തു. അപ്പോൾ എന്തായി? ഇപ്പോൾ ഈ കോമ്പൗണ്ടിൽ ഇപ്പോൾ ഞാൻ വരയ്ക്കാം, CN എന്തായി? COOH ആയിട്ട് മാറി. ദെൻ ഒരു ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്തു, അതുപോലെ തന്നെ ഒരു OH ഗ്രൂപ്പ് എലിമിനേറ്റ് ചെയ്തു. അപ്പോൾ ഈ അഡ്ജസൻറ്റ് കാർബണിൽ എന്തായി? 2 വാലൻസി ഷോർട്ടായില്ലേ? അപ്പോൾ അവിടെ എന്ത് ചെയ്യും? അവിടെ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ അവർ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓക്കെ, CN COH ആയിട്ട് മാറും. ദെൻ ഡീഹൈഡ്രേഷൻ OH ഗ്രൂപ്പും ദെൻ അഡ്ജസൻറ്റ് കാർബണിൽ നിന്ന് ഹൈഡ്രജനും എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ അവിടെ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, ഇനി 64, which of the following reactions will not give primary amine as the product? ഡയറക്റ്റ് NCRT ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം CH3NC ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ ഒരിക്കലും പ്രൈമറി അമീൻ ഫോം ചെയ്യില്ല. അവിടെ ഫോം ചെയ്യുന്നത് സെക്കൻഡറി അമീൻ ആയിരിക്കും. യു വിൽ ഗെറ്റ് സെക്കൻഡറി അമീൻ. സെക്കൻഡ് വൺ CH3CONH2, അതായത് അമൈഡ് ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ഫോം ചെയ്യും? ഈ CO ബോണ്ടിൽ അല്ലെങ്കിൽ CO ഗ്രൂപ്പിൽ ഇവിടെ എന്തുണ്ട്? CH3C ഡബിൾ ബോണ്ട് ONH2 ആണുള്ളത്. ഇപ്പോൾ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ ഓക്സിജൻ എലിമിനേറ്റ് ചെയ്യും, അതിലേക്ക് ഹൈഡ്രജൻ ആഡപ്പ് ചെയ്യും. കാരണം ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് നെയ്സൻ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഓക്സിജൻ എലിമിനേറ്റ് ചെയ്യും, ഹൈഡ്രജൻ ആഡപ്പ് ചെയ്യും. ഹൈഡ്രജൻ ആഡപ്പ് ചെയ്യുന്ന റിയാക്ഷൻ്റെ പേര് റിഡക്ഷൻ റിയാക്ഷൻ. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് CH3 ഓക്സിജനിലെ CO ഗ്രൂപ്പിലെ കാർബണിൽ നിന്ന് ഓക്സിജൻ എലിമിനേറ്റ് ചെയ്യും, അതിലേക്ക് 2 ഹൈഡ്രജൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇപ്പോൾ CH2 ദെൻ NH2. ഇവിടെ എന്താ കിട്ടിയത്? ഇറ്റ് ഈസ് പ്രൈമറി അമീൻ. ദ നെക്സ്റ്റ് വൺ CH3CONH2 reacts with bromine in the presence of KOH. ഹോഫ്മാൻ ബ്രോമോമൈഡ് റിയാക്ഷൻ എന്ത് വരും? അമൈഡിലെ CO ഗ്രൂപ്പ് എലിമിനേറ്റ് ചെയ്തു പോകും. അപ്പോൾ ഇവിടെ CH3NH2.
അതും എന്താണ് പ്രൈമറി അമീൻ. ദെൻ CH3CN റിയാക്ട്സ് വിത്ത് ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ്, CH3C ട്രിപ്പിൾ ബോണ്ട് N, ഇതാണ് CH3CN. ഇവിടെ സംഭവിക്കുന്ന ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് നെയ്സൻ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ CNലുള്ള മൾട്ടിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യും, അതിലേക്ക് ഹൈഡ്രജൻ ആഡപ്പ് ചെയ്യും. മൾട്ടിപ്പിൾ ബോണ്ട് അതായത് പൈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 പൈ ബോണ്ട് ബ്രേക്ക് ചെയ്യും, അപ്പോൾ അതിലേക്ക് ഹൈഡ്രജൻ ആഡപ്പ് ചെയ്യുമ്പോൾ CH3CH2 വരും. ദെൻ സിംഗിൾ ബോണ്ട് നൈട്രജൻ്റെ 2 വാലൻസി ഷോട്ടോ അതിലേക്ക് ഹൈഡ്രജൻ ആഡപ്പ് ചെയ്യും. അപ്പോൾ അവിടെ എന്താ കിട്ടുക? CH3CH2NH2. ഡയറക്റ്റ് NCERTയിലുള്ളതാണ് പ്രൈമറി അമീൻ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ക്വസ്റ്റ്യൻ ദ റിയാക്ഷൻ വിൽ നോട്ട് ഗിവ് പ്രൈമറി അമീൻ. പ്രൈമറി അമീൻ കിട്ടാത്തതാരാണ്? ദാറ്റ് ഈസ് ഫസ്റ്റ് ഓപ്ഷൻ. ഫസ്റ്റ് ഓപ്ഷൻ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ദ നെക്സ്റ്റ് വൺ. Given below are 2 statements. Okay. Helium is used to dilute oxygen in diving apparatus. Helium has high solubility in oxygen. ഓക്കെ, അതായത് ഇപ്പോൾ സ്ക്യൂബ ഡൈവേഴ്സ് അല്ലെങ്കിൽ വാട്ടറിന് അടുത്തേക്ക് ചാടുന്നവർ, അതായത് ഇപ്പോൾ പുഴയിൽ കടലിലേക്കൊക്കെ എടുത്ത് ചാടുന്നവർ ഒരു ഓക്സിജൻ സിലിണ്ടറിൽ ഹീലിയം മിക്സ് ചെയ്യാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ പ്രഷറിൽ സോലിബിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഓക്സിജൻ സിലിണ്ടറിലുള്ളത് എയറാണ്. അപ്പോൾ ഈ എയറിൽ ഓക്സിജൻ മാത്രമല്ല ഉള്ളത്, നൈട്രജൻ ഗ്യാസും കൂടെ ഉണ്ടാവും. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ വെള്ളത്തിനകത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഓക്സിജൻ്റെ കൂടെ തന്നെ നൈട്രജന് നമ്മൾ കൺസ്യൂം ചെയ്യാൻ തുടങ്ങും. ഈ നൈട്രജൻ കൂടുതലായിട്ട് ബ്ലഡിൽ ഡിസോൾവ് ആവും. ഓക്കെ, ദെൻ നമ്മൾ സർഫസിന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്? പ്രഷർ കുറച്ച് കുറവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ നൈട്രജൻ ഗ്യാസ് ബബിളായിട്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങും. അത് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എയറിലേക്ക് ഹീലിയം മിക്സ് ചെയ്ത് വരും. അപ്പോൾ ഹീലിയം മിക്സ് ചെയ്യുമ്പോൾ ഹീലിയത്തിൻ്റെ പ്രത്യേകത, ഹീലിയം ബ്ലഡിൽ ലെസ് സൊല്യൂബിളാണ്. നൈട്രജനെ അപേക്ഷിച്ച് ഹീലിയം ബ്ലഡിൽ ലെസ് സൊല്യൂബിളാണ്. അപ്പോൾ ആ കാരണം കൊണ്ടാണ് ഹീലിയം അവിടെ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വായിക്കാം. ഹീലിയം ഈസ് യൂസ്ഡ് ടു ഡൈല്യൂട്ട് ഓക്സിജൻ ഇൻ ഡൈവിംഗ് അപ്പാരറ്റസ്. അത് കറക്റ്റാണ്. ഹീലിയം ഹാസ് ഹൈ സോലിബിലിറ്റി ഇൻ ഓക്സിജൻ. റീസൺ കറക്റ്റ് അല്ല. എന്താണ് റീസൺ? ഹീലിയത്തിന് ബ്ലഡിൽ ലെസ് സൊല്യൂബിളാണ്, നൈട്രജനേക്കാൾ ലെസ് സൊല്യൂബിൾ ആയതുകൊണ്ടാണ് ഹീലിയം ഡൈവിംഗ് അപ്പാരറ്റസിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അസേർഷൻ കറക്റ്റാണ്, റീസൺ ഫോൾസ് ആണ്. അപ്പം അങ്ങനെ വരുന്ന ഓപ്ഷൻ എ ഈസ് ട്രൂ ബട്ട് റീസൺ ഇസ് false. Okay. And next one. Okay, ഇതും ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓർഗാനിക് അല്ല, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കുറച്ച് NCERTയിലെ നെയിം റിയാക്ഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അവിടെ ആദ്യം തന്നിരിക്കുന്നത് ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് ആണ്. അത് ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? Cu2Br2 ആൻഡ് HBr. ഈ റിയാക്ഷൻ ഏതാണ്? ഒരു നെയിം റിയാക്ഷനാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സാൻമേഴ്സ് റിയാക്ഷനിൽ എങ്ങനെയാണ് പ്രൊഡക്റ്റ് വരിക? സാൻമേഴ്സ് റിയാക്ഷൻ ആദ്യം പ്രൈമറി ആരോമാറ്റിക് അമീൻ ഡൈസോണിയം സോൾട്ടായിട്ട് കൺവേർട്ട് ചെയ്യും. അതിനുശേഷം കുപ്രസ് ക്ലോറൈഡോ കുപ്രസ് ബ്രോമൈഡോ ആയിട്ട് റിയാക്ട് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഡൈസോണിയം ക്ലോറൈഡ് ആരുമായിട്ട് റിയാക്ട് ചെയ്യും? കുപ്രസ് ബ്രോമൈഡ് in the presence of HBr. അപ്പോൾ ഡൈസോണിയം ക്ലോറൈഡ് കറസ്പോണ്ടിങ് ഹാലോ അരീനായിട്ട് കൺവേർട്ട് ആവും. ദാറ്റ് ഈസ് യു വിൽ ഗെറ്റ് ബ്രോമോബെൻസീൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് കിട്ടി ബ്രോമോബെൻസീൻ. ഈ ബ്രോമോബെൻസീൻ എന്ത് ചെയ്യണം? മഗ്നീഷ്യമായിട്ട് റിയാക്ട് ചെയ്യണം ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. ഇതും നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. മഗ്നീഷ്യം റിയാക്ട് വിത്ത് മഗ്നീഷ്യം ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. ഒരു ഹാലോ ആൽക്കെയിൻ അല്ലെങ്കിൽ ഹാലോ അരീൻ മഗ്നീഷ്യമായിട്ട് റിയാക്ട് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. എന്ത് ഫോം ചെയ്യും? ഗ്രിഗനാർഡ് റിയേജൻറ്റ് ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ എന്ത് വരും? ഗ്രിഗനാർഡ് റിയേജൻറ്റ് RMgX അല്ലെങ്കിൽ RLMgX ആണ് ഗ്രിഗനാർഡ് റിയേജൻറ്റ് ഫോർമുല. അപ്പോൾ ഇവിടെ എന്ത് വരും? MgBr വരും. ഓക്കെ, ഇപ്പോൾ ഗ്രിഗനാർഡ് റിയേജൻറ്റ് ഫോം ചെയ്തു. ഇനി അത് എന്തുമായിട്ട് റിയാക്ട് ചെയ്യണം? H2O ആയിട്ട് റിയാക്ട് ചെയ്യണം. ഒരു ഗ്രിഗനാർഡ് റിയേജൻറ്റ് H2O ആയിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും?
Grignard reagent, for example, RMgX H2O റിയാക്ട് ചെയ്യുന്നു, എന്ത് സംഭവിക്കും? MgX OH ബോണ്ട് ചെയ്യും, H2Lലുള്ള H ആൽക്കൈൽ ഗ്രൂപ്പുമായിട്ട് ബോണ്ട് ചെയ്യും, RH വരും, MgOH വരും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? പ്രോഡക്റ്റ് H2 ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ H2LOH MgBr ആയിട്ട് ബോണ്ട് ചെയ്യും, അതായത് MgOH H2Lലുള്ള H എന്ത് ചെയ്യും? നേരെ ഈ റിങ്ങിലേക്ക് ആഡപ്പ് ചെയ്ത് വരും. അപ്പോൾ ബാക്കി വരുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് ബെൻസീൻ ആയിരിക്കും. കാരണം ഇവിടെ ഓൾറെഡി കാർബൺ മാത്രമേ ഉള്ളൂ, ഹൈഡ്രജൻ ഇല്ല. ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ടാണ് MgBr ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ തിരിച്ച് ഹൈഡ്രജൻ വന്നു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? ദാറ്റ് ഈസ് ബെൻസീൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ്? ഫോർത്ത് ഓപ്ഷൻ ബെൻസീൻ. ഓക്കെ, സിമ്പിൾ അല്ലേ? ഓക്കെ, ദെൻ 67. ഇത് മാത്രമാണ് കുറച്ച് ലെങ്തി ആയിട്ടുള്ളൂ, ഒന്ന് ചെയ്ത് നോക്കേണ്ടതായിട്ടുള്ളൂ. കൺസിഡർ ദ ഫോളോവിങ് റിയാക്ഷൻ ആൻഡ് ഐഡൻറ്റിഫൈ ദ പ്രോഡക്റ്റ് പി. ഇവിടെ തന്നിരിക്കുന്നത് 3-methyl butane 2-ol ആണ്, റിയാക്ട്സ് വിത്ത് HBr. ദ പ്രോഡക്റ്റ് പി ഇസ് ആൽക്കഹോൾ HBrമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അതിൻ്റെ റിയാക്ഷൻ മെക്കാനിസം അറിയാമെങ്കിൽ നമുക്ക് ആൻസർ കിട്ടാവുന്നതേ ഉള്ളൂ. റിയാക്ഷൻ മെക്കാനിസം ആൽക്കഹോൾ ഇവിടെ തന്നിരിക്കുന്നത് CH3 CH substituent CH3, then CHOH, then CH3 plus HBr. ഓക്കെ, ഇവിടെ എങ്ങനെയായിരുന്നു സംഭവിക്കുക? ഇവിടെ OH ഗ്രൂപ്പിലെ 2 ലോൺ പെയർസ് ഉണ്ട്. ഈ 2 ലോൺ പെയർസിൽ ഒരു ലോൺ പെയർ HBrലെ H+ഉമായിട്ട് ബോണ്ട് ചെയ്യും. അത് HBr ബ്രേക്ക് ചെയ്യും, H+ഉം Br-, അതിൽ OHലെ ഒരു ലോൺ പെയർ H+ഉമായിട്ട് ബോണ്ട് ചെയ്യും. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? CH3 CH CH3 CH then O സിംഗിൾ ബോണ്ട് H സിംഗിൾ ബോണ്ട് H, അതായത് ഒരു H+ഉമായിട്ട് ബോണ്ട് ചെയ്തു. ബാക്കി വരുന്ന ഒരു ലോൺ പെയർ. അപ്പോൾ ഇവിടെ ഓക്സിജൻ്റെ ചാർജ് എന്ത് വരും? പോസിറ്റീവ് ചാർജ് വരും. ഓക്കെ, ഒരു ഇലക്ട്രോൺ H+ന് കൊടുത്തിട്ട് അടുത്ത ഇലക്ട്രോൺ മ്യൂച്വൽ ഷെയർ ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓക്സിജന് പോസിറ്റീവ് ചാർജ് വരും, H+ൻ്റെ ചാർജ് അവിടെ ന്യൂട്രലായിട്ട് പോകും. ഓക്കെ, ദെൻ CH3. ദെൻ അടുത്ത സ്റ്റെപ്പ് പിന്നെ ഇവിടെ വരുന്നത് Br-. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുക? കാർബൺ ഓക്സിജൻ ബോണ്ട് ഹെട്രോലൈറ്റിക് ആയിട്ട് ബ്രേക്ക് ആവും. ഹെട്രോലൈറ്റിക്, അതായത് ഓക്സിജനാണ് ഹൈ ഇലക്ട്രോൺ നെഗറ്റീവ്, 2 ഇലക്ട്രോണും ഓക്സിജനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഹെട്രോലൈറ്റിക് ആയിട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രോഡക്റ്റ് വരിക? ദാറ്റ് ഈസ് CH3 ദെൻ CH3. ഇവിടുന്ന് ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തു, 2 ഇലക്ട്രോണും ഓക്സിജനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് കാർബോകാറ്റയോൺ ഫോം ചെയ്തു. ദെൻ Br-, ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താ കിട്ടുക? ദാറ്റ് ഈസ് H2O മോളിക്യൂൾ. ക്ലിയർ? ഇനി ഇവിടെ തീർന്നില്ല, ഇനി എന്താണ് നോക്കേണ്ടത്? കാർബോകാറ്റയോണിൻ്റെ ടൈപ്പ് എത്രയാണ്? ഇവിടെ 2 കാർബണായിട്ട് ബോണ്ട് ചെയ്തിട്ടുണ്ട്, സെക്കൻഡറി. തൊട്ടടുത്ത കാർബൺ എപ്പോഴും നോക്കണം. ദിസ് കാർബൺ ഈസ് പ്രൈമറി ആൻഡ് ലെഫ്റ്റ് സൈഡ് കാർബണോ? ദാറ്റ് ഈസ് ടെറിഷ്യറി. കാർബോകാറ്റയോണിൻ്റെ തൊട്ടടുത്ത് ഹയർ ഓർഡർ വന്നു കഴിഞ്ഞാൽ എന്ത് വരും? റീ അറേഞ്ച്മെൻറ്റ് വരും. അതായത് ഹൈഡ്രജൻ ഷിഫ്റ്റോ മീഥൈൽ ഷിഫ്റ്റോ ഫീനൈൽ ഷിഫ്റ്റോ വരുന്നതായിരിക്കും. കാരണം കാർബോകാറ്റയോൺ മോർ സ്റ്റേബിൾ, ടെറിഷ്യറി, ദെൻ സെക്കൻഡറി, ദെൻ പ്രൈമറി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഫസ്റ്റ് പ്രയോറിറ്റി ആർക്കാണ്? ഹൈഡ്രജൻ. അപ്പോൾ തൊട്ടടുത്ത ഹയർ ഓർഡർ കാർബണിൽ ഹൈഡ്രജനോ മീഥൈലോ ഫീനൈലോ ഉണ്ടോ എന്ന് നോക്കുക. ദെൻ ഫസ്റ്റ് പ്രയോറിറ്റി ഹൈഡ്രജൻ തൊട്ടടുത്ത C+ലേക്ക് ബോണ്ട് ചെയ്യും. അപ്പോൾ ഇവിടെ എന്ത് വരും? CH3 CH3 ഒരു ബോണ്ട് ഇവിടെ നിന്ന് ബ്രേക്ക് ആയിപ്പോയി. അപ്പോൾ ഇവിടെ കാർബോകാറ്റയോണായിട്ട് മാറി. ഹൈഡ്രജൻ CH+ലേക്ക് ബോണ്ട് ചെയ്തു. അപ്പോൾ ഇവിടെ CH2 ചാർജ് ന്യൂട്രലായി. ദെൻ CH3 പ്ലസ് Br-.
ഇനി ആൻസറായി. ഇപ്പോൾ ഇവിടെ ഏതാണ്? ടെറിഷ്യറി കാർബണാണ്, മോർ സ്റ്റേബിളാണ്. ഇനി എന്ത് ചെയ്യും? ബി ആർ മൈനസ് ടെറിഷ്യറി കാർബണിലേക്ക് ബോണ്ട് ചെയ്യും. ഇപ്പോൾ ഫൈനൽ ആൻസർ CH3 സി ബി ആർ മൈനസ് സി പ്ലസിലേക്ക് ബോണ്ട് ചെയ്തു, ദെൻ CH3, ദെൻ CH2, ദെൻ CH3 ആൻഡ് ദിസ് ഈസ് അവർ ഫൈനൽ ആൻസർ. അപ്പോൾ ഏതാണ് അതിലെ ഫൈനൽ ആൻസറായിട്ട് നമുക്കിവിടെ ചൂസ് ചെയ്യാൻ പറ്റുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ അല്ല, സെക്കൻഡ് ഓപ്ഷൻ അല്ല, തേർഡ് ഓപ്ഷൻ. യെസ്, ദിസ് വൺ ഈസ് ദ കറക്റ്റ് ആൻസർ. തേർഡ് ഓപ്ഷൻ ഇസ് ദ കറക്റ്റ് ആൻസർ അല്ലേ? CH3 CBr CH3 CH2 CH3 CH3 CBr CH3 CH2 CH3. ഓക്കെ, ദെൻ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മാത്രമാണ് നിങ്ങൾക്ക് കുറച്ച് എഴുതി നോക്കേണ്ടതായിട്ടുള്ളൂ. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഒരുവിധം ചെയ്ത് പെട്ടെന്ന് തന്നെ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ഐഡൻറ്റിഫൈ പ്രൊഡക്റ്റ് എ ഇൻ ദ ഫോളോവിങ്. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താ? C ഡബിൾ ബോണ്ട് O ഉള്ള ഗ്രൂപ്പാണ്. ഓക്കെ, C ഡബിൾ ബോണ്ട് O ഉള്ള കോമ്പൗണ്ടാണ് തന്നിരിക്കുന്നത്. റിയേജൻറ്റ് നോക്കുക, സിങ്ക് അമാൽഗം ഇൻ ദ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് HCl. ഏത് റിയാക്ഷൻ? ദ റിയാക്ഷൻ, ഇതൊരു നെയിം റിയാക്ഷൻ ആണ്. ഏതാണ് നെയിം റിയാക്ഷൻ? ദാറ്റ് ഈസ് ക്ലെമൻസൺ റിഡക്ഷൻ. ക്ലെമൻസൺ റിഡക്ഷൻ. ഓക്കെ, കാർബണൈൽ ഗ്രൂപ്പുള്ള കോമ്പൗണ്ടുകൾ സിങ്ക് അമാൽഗം ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന റിയാക്ഷൻ റിഡക്ഷൻ റിയാക്ഷൻ. ആ റിയാക്ഷൻ്റെ പേര് ക്ലെമൻസൺ റിഡക്ഷൻ. എന്താ സംഭവിക്കുക? വളരെ സിമ്പിളാണ്. കാർബണൈൽ കോമ്പൗണ്ടിൽ അല്ലെങ്കിൽ CO ഗ്രൂപ്പിൽ ഓക്സിജൻ എലിമിനേറ്റ് ചെയ്യുക, അതിലേക്ക് ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഓക്സിജൻ എലിമിനേറ്റ് ചെയ്തു, ഇവിടേക്ക് എന്ത് ചെയ്യും? 2 ഹൈഡ്രജൻ ബോണ്ട് ചെയ്യുക, 2 ഹൈഡ്രജൻ ബോണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഇത് വരയ്ക്കുമ്പോൾ ഓക്സിജൻ ഇല്ലാത്ത സ്ട്രക്ചർ വരച്ചാൽ മതി. ഇതിലേതാണ് ഓക്സിജൻ ഇല്ലാത്ത സ്ട്രക്ചർ? ദാ ഓപ്ഷൻ 3. എളുപ്പമല്ലേ? അപ്പോൾ ഇത് ക്ലെമൻസൺ റിഡക്ഷൻ ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതെ വിത്തിൻ സെക്കൻഡ്സിൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ അതിനാണ് നേരത്തെ പറഞ്ഞ റിയാക്റ്റൻറ്റ്, റിയേജൻറ്റ്, കാറ്റലിസ്റ്റ് ഇതെല്ലാം കൃത്യമായിട്ട് ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഓർഗാനിക് കെമിസ്ട്രിയിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ടേക്കിംഗ് സ്റ്റെബിലിറ്റി ആസ് എ ഫാക്ടർ. Taking stability as a factor, which one of the following represents correct relationship? AlCl, AlCl3, TlI, TlI3, then TlCl3, TlCl, InI3, InI. അപ്പോൾ ഇത് ഏത് ഗ്രൂപ്പാണ്? ഗ്രൂപ്പ് 13. ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം ആൻഡ് താലിയം. ബാഗിറ്റ്. Then group 13 elements in the oxidation state of group 13 +1 ഉണ്ട്, +3 ഉണ്ട്. ഓക്കെ, ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ സ്റ്റെബിലിറ്റി എങ്ങനെയാണ്? ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ സ്റ്റെബിലിറ്റി താഴേക്ക് പോകുന്തോറും ഇൻക്രീസ് ചെയ്യും, ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ സ്റ്റെബിലിറ്റി താഴേക്ക് പോകുന്തോറും ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ താലിയം ഏത് സ്റ്റേറ്റിലാണ് മോർ സ്റ്റേബിൾ? +1 മോർ സ്റ്റേബിൾ. ഓക്കെ, ദെൻ ബോറോൺ അലൂമിനിയം ഒക്കെ എടുക്കുകയാണെങ്കിൽ ഏത് സ്റ്റേറ്റിലാണ് മോർ സ്റ്റേബിൾ? +3 മോർ സ്റ്റേബിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, AlCl, AlCl3. AlCl അലൂമിനിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് Al+1 ആണ്, ഇവിടെ +3 ആണ്. ഇത് കറക്റ്റാണോ? അല്ല. മോർ സ്റ്റേബിൾ ഏതാ വരേണ്ടത്? അലൂമിനിയം ഏറ്റവും ടോപ്പിൽ വരുമ്പോൾ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റാണ് മോർ സ്റ്റേബിൾ. ബോട്ടമിൽ വരുമ്പോൾ ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും മോർ സ്റ്റേബിൾ ഡ്യൂ ടു ഇനേർട്ട് പെയർ എഫക്റ്റ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് തെറ്റാണ്, നേരെ തിരിച്ചായിരുന്നു വരേണ്ടിയിരുന്നത്. അടുത്തത് അയഡിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1, അപ്പോൾ TL എത്ര വരും? +1, ഇവിടെ -3 +3. TL താലിയം എത്രയാണ് വരിക? ഏറ്റവും അടിയിലാണ് കിടക്കുന്നത്. ഏറ്റവും ബോട്ടമിലാണെങ്കിൽ എന്ത് സംഭവിക്കും? ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് മോർ സ്റ്റേബിൾ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി അടുത്തതിലേക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. TL ക്ലോറിൻ -1 × 3 -3, TL +3. ഇവിടെ -1 +1. അങ്ങനെയാണോ വരേണ്ടത്? നേരെ തിരിച്ചാണോ വരേണ്ടിയിരുന്നത്? അത് ഇൻകറക്റ്റാണ്. ദെൻ ഇൻഡിയം അയഡിൻ -1, ഇവിടെ +1, ഇവിടെ -1 × 3 -3
ആൻഡ് ഹിൻഡിയം +3 ആണ് വരേണ്ടത്. ഏറ്റവും ബോട്ടമിലാണ്. മോസ്റ്റ് സ്റ്റേബിൾ ഏതാ? ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ് വരേണ്ടത്. അപ്പോൾ ഇതും ഇൻകറക്റ്റാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി. ഇത്രയേ ഉള്ളൂ. ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് താഴേക്ക് പോകുന്നതോറും ഇൻക്രീസ് ചെയ്യും, ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് താഴേക്ക് പോകുന്നതോറും ഡിക്രീസ് ചെയ്യും, സ്റ്റെബിലിറ്റി ഡിക്രീസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ. The conductivity of centimolar solution of KCl at 25 degrees Celsius is 0.0210 ohm raised to -1 centimeter raised to -1, and the resistance of the cell containing the solution at 25 degrees Celsius is 60 ohm. The value of cell constant is. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ്. കാരണം ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ഭാഗ്യമുണ്ടെന്ന് തന്നെ പറയണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇവിടെ തന്നിരിക്കുന്ന ടേമുകൾ എന്താണ്? ദ കണ്ടക്ടിവിറ്റി ഓഫ് ഇക്വിമോളാർ സൊല്യൂഷൻ ഇസ് 0.0210 എന്ന് പറഞ്ഞാൽ കെ തന്നിട്ടുണ്ട്. 0.0210. ഓക്കെ, ഇനി എന്തൊക്കെയാണ് തന്നേക്കണേ? ദ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ കണ്ടെയ്നിങ് ദ സൊല്യൂഷൻ ഇസ് 60 ohm. റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, 6 തന്നിട്ടുണ്ട്, 60 ohm. ഓക്കെ, ആയിക്കോട്ടെ. ദ വാല്യൂ ഓഫ് സെൽ കോൺസ്റ്റൻറ്റ് ഈസ്, കണ്ടുപിടിക്കേണ്ടത് സെൽ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ L/A കണ്ടുപിടിക്കണം. ഓക്കെ, നിങ്ങൾ ഫിസിക്സിലും പഠിക്കുന്ന ഒരു ഇക്വേഷനാണ്. R is equal to എന്തായിരുന്നു? rho L/A. R is equal to rho L/A. ആൻഡ് rho എന്താണ്? rho is equal to 1/K ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്താം? L/KA. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? L/A അല്ലേ? L/A ഇവിടെ നിർത്തുന്നു, കെനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു, K into R. ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ആരെങ്കിലും തരുമോ? 0.0210 into 60. ഓക്കെ, ദാറ്റ് ഈസ് 21 into 10⁻³ into 6 into 10⁻⁴. ഇപ്പം എന്ത് വരും? 21 into 6 into 10⁻². 6 12 into 10⁻². 1.26. ഓക്കെ, ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇലക്ട്രോ കെമിസ്ട്രിയിൽ വന്നിരിക്കുക. അപ്പോൾ 1.26 ഏതാ? ഓപ്ഷൻ 1. ദ നെക്സ്റ്റ് വൺ. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ്? The bond in human body is an inert and unchanging substance. ചോദിച്ചിരിക്കുന്നത് which statement is correct? അണ്ടർലൈൻ ചെയ്യുക. ഇനി നോക്കുക. The bond in human body is an inert and unchanging substance. നിങ്ങൾ നീറ്റുകാരാണ്, ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇത് റോങ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ് എന്നാണ് വെച്ചിരിക്കുന്നത്. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. Magnesium plays roles in neuromuscular function and interneural transmission. Magnesium അല്ല അവിടെ വരിക, കാൽസ്യം ആണ് വരിക. ഇത് ഇൻകറക്റ്റ് ആണ്. The daily requirement of magnesium and calcium in the human body is estimated to be. നിങ്ങളുടെ NCERT-യിൽ കൊടുത്തിരിക്കുന്ന വാല്യൂ ഇതാണ്. നിങ്ങളുടെ NCERT-യിൽ കൊടുത്തിരിക്കുന്ന വാല്യൂ 200 to 300 മില്ലിഗ്രാമാണ്. ഓക്കെ, മില്ലിഗ്രാം എന്ന് പറയുമ്പോൾ എന്താ? 10⁻³ ദാറ്റ് ഈസ് 0.2 to 0.3. കറക്റ്റ്. അപ്പോൾ ദിസ് വൺ ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാ? ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ. മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ ആണ്. ഇത് 2022 നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഈ ക്വസ്റ്റ്യൻ എന്തായാലും ചെയ്തിരിക്കും. കാരണം ഇതിൽ 2 എണ്ണം അതിനെ ബേസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അത് നോക്കാം. കോക്ക്, അതായത് കാർബൺ എന്തായിട്ട് ആക്ട് ചെയ്യും? റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. മെറ്റലർജിയിൽ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. കാർബൺ ഈസ് യൂസ്ഡ് ആസ് റെഡ്യൂസിങ് ഏജൻറ്റ്. ദെൻ ഡയമണ്ട്. ഈ ഡയമണ്ടിൻ്റെ ഹൈബ്രിഡൈസേഷൻ 2022 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഡയമണ്ട് sp3, ഗ്രാഫൈറ്റ് sp2. ഇതേ കിടക്കുന്നു ഏതാ? B1. ഓക്കെ, ദെൻ Fullerene structure, it is cage-like structure, cage-like molecules. And graphite, it is used as a solid lubricant. ഓക്കെ, ഈ ഡയമണ്ടും ഗ്രാഫൈറ്റിനെയും പറ്റിയുള്ള കാര്യങ്ങൾ 2022 ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ്.
അപ്പോൾ അതൊക്കെ ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ വരിക? A3 and B1, A3B1, then A3B1 രണ്ട് ഓപ്ഷൻ ഉണ്ട്. ദെൻ ഫുള്ളറിൻ C4, A3B1 C4 വരുന്നത് യെസ് ഫസ്റ്റ് ഓപ്ഷൻ. ദെൻ D2, യെസ് കറക്റ്റ്. ഇപ്പോൾ 72 കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷനായിട്ട് വരും. കൊക്ക് എന്ന് പറഞ്ഞാൽ റെഡ്യൂസിങ് ഏജൻ്റ് ആണ്, ഡയമണ്ട് ഹൈബ്രിഡൈസേഷൻ sp3 ആണ്, ഫുള്ളറിൻ കേജ് ലൈക്ക് സ്ട്രക്ചർ ആണ്, ആൻഡ് ഗ്രാഫൈറ്റ് സോളിഡ് ലൂബ്രിക്കൻ്റ് ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ 73. Given below are two statements. Okay, the metallic sodium dissolves in liquid ammonia giving a deep blue solution which is paramagnetic. The deep blue solution is due to the formation of amide. അപ്പോൾ ഇതിൽ അസേഷനും റീസണും ഇത് കറക്റ്റാണോ അല്ലയോ? മെറ്റാലിക് സോഡിയം ലിക്വിഡ് അമോണിയയിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഡീപ്പ് ബ്ലൂ സൊല്യൂഷൻ കിട്ടും, അത് പാരാമാഗ്നറ്റിക് ആണ്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എസ് ബ്ലോക്ക് എലമെൻസിലെ ക്വസ്റ്റ്യൻ ആണ്, അവിടെ ഡയറക്റ്റ് കിടക്കുന്നതാണ്. ഗ്രൂപ്പ് 1 മെറ്റൽസ് ഇപ്പോൾ കോമൺ ആയിട്ട് എഴുതാം എം ലിക്വിഡ് അമോണിയമായിട്ട് റിയാക്ട് ചെയ്യുന്നു, അതായത് X+Y NH3 എന്ത് ഫോം ചെയ്യും? ഇവിടെ ഫോം ചെയ്യുന്നത് MNH3X പ്ലസ് ആൻഡ് ENH3Y മൈനസ്. ഓക്കെ, ദാറ്റ് ഈസ് അമോണിയേറ്റഡ് ഇലക്ട്രോൺ ഫോം ചെയ്യും. ഈ കോംപ്ലക്സ് ഒരു ബ്ലൂ കളറായിരിക്കും, ദെൻ ഇറ്റ് ഈസ് പാരാമാഗ്നറ്റിക്കും ആയിരിക്കും. ദെൻ ഈ ബ്ലൂ കളർ വരുന്നതിൻ്റെ കാരണം അമോണിയേറ്റഡ് ഇലക്ട്രോൺ എന്ത് ചെയ്യും? വിസിബിൾ ലൈറ്റിലെ എനർജി അബ്സോർബ് ചെയ്യും, അബ്സോർബ് എനർജി ഫ്രം വിസിബിൾ ലൈറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ അപ്പോൾ ലിക്വിഡ് അമോണിയായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അമോണിയേറ്റഡ് ഇലക്ട്രോൺ ഫോം ചെയ്യും. ഈ അമോണിയേറ്റഡ് ഇലക്ട്രോൺ വിസിബിൾ ലൈറ്റിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്ത് സൊല്യൂഷന് ബ്ലൂ കളർ ഇമ്പാർട്ട് ചെയ്യും, ആൻഡ് ദ സൊല്യൂഷൻ പാരാമാഗ്നറ്റിക്കുമാണ്. ഇനി ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ മെറ്റാലിക് സോഡിയം ഡിസോൾവ്സ് ഇൻ ലിക്വിഡ് അമോണിയ ഗിവിംഗ് ഡീപ് ബ്ലൂ സൊല്യൂഷൻ വിച്ച് ഈസ് പാരാമാഗ്നറ്റിക്. അസേഷൻ കറക്റ്റാണ്. ഓക്കെ, ദ ഡീപ് ബ്ലൂ സൊല്യൂഷൻ ഈസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് അമൈഡ്. അല്ല, ഡീപ് ബ്ലൂ സൊല്യൂഷൻ വരാനുള്ള കാരണം അമോണിയേറ്റഡ് ഇലക്ട്രോൺ എനർജീനെ അബ്സോർബ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ അസേഷൻ കറക്റ്റാണ്, റീസൺ ഇസ് നോട്ട് കറക്റ്റ്. അപ്പം അങ്ങനെ വരുന്നത് എ ഈസ് ട്രൂ ആൻഡ് റീസൺ ഇസ് ഫാൾസ്. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലേ? അസേഷൻ ട്രൂ, റീസൺ ഫാൾസ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 74. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ നോട്ട് കറക്റ്റ്? നോട്ട് കറക്റ്റ് ആദ്യം തന്നെ അണ്ടർലൈൻ ചെയ്തോളാം. ഹൈഡ്രജൻ ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് ഹെവി മെറ്റൽ ഓക്സൈഡ്സ് ടു മെറ്റൽസ്. ഹൈഡ്രജൻ എന്നുള്ള ചാപ്റ്ററിൽ ഹൈഡ്രജൻ്റെ യൂസേജിൽ അവിടെ കിടക്കുന്നതാണ്. ഹൈഡ്രജൻ ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് ഹെവി മെറ്റൽ ഓക്സൈഡ്സ് ഇൻ മെറ്റലർജിക്കൽ പ്രോസസ്, മെറ്റലർജിക്കൽ റിയാക്ഷനിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് കറക്റ്റ്. ഹെവി വാട്ടർ ഈസ് യൂസ്ഡ് ടു സ്റ്റഡി റിയാക്ഷൻ മെക്കാനിസം. ഡയറക്റ്റ് NCERT ആണ്. ഹെവി വാട്ടർ എക്സ്ചേഞ്ച് റിയാക്ഷനിൽ റിയാക്ഷൻ മെക്കാനിസം സ്റ്റഡി ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. എക്സ്ചേഞ്ച് റിയാക്ഷൻ, ദാറ്റ് ഈസ് കറക്റ്റ്. ഹൈഡ്രജൻ ഈസ് യൂസ്ഡ് ടു മേക്ക് സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഫ്രം ഓയിൽസ്. ഡയറക്റ്റ് NCERT ആണ്. വനസ്പതി ഫാറ്റ് എന്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യും? വെജിറ്റബിൾ ഓയിൽസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യും. കറക്റ്റാണ്. HH ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഈസ് ലോവസ്റ്റ്. അല്ല, HH ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഹയസ്റ്റ് ആണ് കമ്പയർഡ് ടു സിംഗിൾ ബോണ്ട് ബിറ്റ്വീൻ 2 atoms ഓഫ് എനി എലമെൻറ്റ്. ഓക്കെ, ഹൈഡ്രജൻ റെഡ്യൂസസ് ഓക്സൈഡ്സ് ഓഫ് മെറ്റൽ ദാറ്റ് ആർ മോർ ആക്റ്റീവ് ദാൻ അയൺ. അല്ല, ഇൻകറക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ? നോട്ട് കറക്റ്റ്, ഇൻകറക്റ്റ്. ഇൻകറക്റ്റ് ഏതൊക്കെയാണ്? ഡിയും ഇയും ഇൻകറക്റ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 1, DE only. ഓക്കെ, ഡയറക്റ്റ് NCERT ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ എലമെൻറ്റ് എക്സ്പെക്റ്റഡ് ടു ഫോം ലാർജസ്റ്റ് അയോൺ ടു അച്ചീവ് ദ നിയറസ്റ്റ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നിയറസ്റ്റ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ വരണം. രണ്ടാമത്തേത് അത് ലാർജസ്റ്റ് അയോൺ ആയിരിക്കണം. അപ്പോൾ ഓരോന്നുമായിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ നൈട്രജൻ അറ്റോമിക് നമ്പർ എത്രയാണ്? 7. സോഡിയം അറ്റോമിക് നമ്പർ എത്രയാണ്?
11, oxygen 8, fluorine 9. അപ്പോൾ നിയറസ്റ്റ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ നൈട്രജൻ ഷെൽ കോൺഫിഗറേഷൻ 2 5 വരും, സോഡിയം 2 8 1 വരും, ഓക്സിജൻ 2 6 വരും, ആൻഡ് ഫ്ലൂറിൻ 2 7 വരും. നിയറസ്റ്റ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ വരണമെങ്കിൽ നൈട്രജൻ എന്ത് ചെയ്യണം? 3 ഇലക്ട്രോൺസ് അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ നൈട്രജൻ എന്തായിട്ട് മാറും? N3- ആയിട്ട് മാറും. ഓക്കെ. ദെൻ സോഡിയം നിയറസ്റ്റ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ആണെങ്കിൽ ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യണം. അപ്പോൾ അവിടെ എന്തായിട്ട് മാറും? സോഡിയം Na+ ആയിട്ട് മാറും. ദെൻ ഓക്സിജൻ 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്താലാണ് നിയറസ്റ്റ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ വരും. അപ്പോൾ O2- ആവും. ദെൻ ഫ്ലൂറിൻ 1 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്താൽ മതി, F- ആവും. ഓക്കെ. അപ്പോൾ നിയറസ്റ്റ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ എഴുതി. ഇനി ഇതിൽ ആരാണ് ഏറ്റവും വലുത്? അപ്പോൾ അത് നോക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ അറ്റോമിക് നമ്പർ നോക്കിയാൽ മതി. N3- എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അറ്റോമിക് നമ്പർ 7 ആണ്. 7. ഈ 7 ആണ് അറ്റോമിക് നമ്പർ. അപ്പോൾ 7 പ്രോട്ടോൺസ് ഉണ്ടാവും. ദെൻ N3- എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 7 + 3 10 ഇലക്ട്രോൺസ്. ഓക്കെ. ദെൻ Na+ൽ 11 ആണ് അറ്റോമിക് നമ്പർ. 11 പ്രോട്ടോൺസ് ഉണ്ട് ആൻഡ് 10 ഇലക്ട്രോൺസ് ഉണ്ട്. O2- 8 പ്രോട്ടോൺസ് ഉണ്ട്, 10 ഇലക്ട്രോൺസ് ഉണ്ട്. ആൻഡ് F- 9 ഇലക്ട്രോൺസ് ഉണ്ട്, 9 പ്രോട്ടോൺസ് ഉണ്ട്, 10 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ. ഇപ്പോൾ ഇത്ര നോക്കിയാൽ മതി. 7 പേര് ചേർന്ന് 10 പേരെ വലിക്കുന്നതാണോ, അതോ 11 പേര് ചേർന്ന് 10 പേരെ വലിക്കുന്നതാണോ, 8 പേര് ചേർന്ന് 10 പേരെ വലിക്കുന്നതാണോ, 9 പേര് ചേർന്ന് 10 പേരെ വലിക്കുന്നതാണോ ഏറ്റവും സ്ട്രോങ് ആയിട്ട് വരിക? ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏറ്റവും ലാർജസ്റ്റ് അയോൺ, അതായത് സൈസ് കൂടുതലുള്ളത്. അപ്പോൾ ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കണം? വീക്കായിരിക്കണം. ഇവിടെ 7 പേര് ചേർന്ന് 10 പേരെ വലിക്കുകയാണ്. അടുത്തതിലൊക്കെ 11 10 8 10 9 10 എന്തായിരിക്കും? ന്യൂക്ലിയർ ചാർജ് കുറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ ഏതായിരിക്കും? ന്യൂക്ലിയർ ചാർജ് വളരെ കുറവുള്ള നൈട്രജൻ ആയിരിക്കും അവിടെ ലാർജസ്റ്റ് അയോൺ ആയിട്ട് മാറും. കാരണം അറ്റോമിക് നമ്പർ 7 ആണ്. 7 പ്രോട്ടോൺസേ ഉള്ളൂ. മാത്രമല്ല ഇലക്ട്രോൺസ് നോക്കുകയാണെങ്കിൽ 10 എണ്ണം ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓപ്ഷൻ 1. ഓക്കെ. ഈ നെക്സ്റ്റ് വൺ, in lasagna's extract of an organic compound, both nitrogen and sulfur are present, which gives blood red color with Fe3+ due to the formation of direct NCERT textbookilulana lasagna's testil blood red color varunadinte karanam, that is because of FeSen2+ complex. Direct NCERT il ulla question aanu. Then intermolecular forces are forces of attraction and repulsion between interacting particles that will include intermolecular forces of attraction. Molecules തമ്മിലുള്ള force of attraction. അത് ഏതൊക്കെയാണ്? ഡൈപോൾ ഫോഴ്സ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ഡൈപോൾ ഇൻഡ്യൂസ്ഡും ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ഹൈഡ്രജൻ ബോണ്ടും ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ബട്ട് കൊവാലൻ ബോണ്ട് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ല. ആറ്റംസ് തമ്മിൽ ഇലക്ട്രോൺസ് മ്യൂച്വൽ ഷെയർ ചെയ്യുമ്പോഴാണ് അവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യുക, കൊവാലൻ ബോണ്ട് ഫോം ചെയ്യുക. ദെൻ ഡിസ്പേർഷൻ ഫോഴ്സ് ഓർ ലണ്ടൻ ഫോഴ്സ്, ഇത് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ് വരിക? ABCE. അങ്ങനെ ഒരു ഓപ്ഷൻ, യെസ്, ഫസ്റ്റ് ഓപ്ഷൻ ABC, ഫസ്റ്റ് ഓപ്ഷനാണ് ഇവിടെ കറക്റ്റ് വരിക. ഓക്കെ. ദെൻ among the following total number of species not having 8 electrons, 8 electrons ഇല്ലാത്തത്. ഫസ്റ്റ് വൺ NH3. NH3യുടെ സ്ട്രക്ചർ നൈട്രജൻ 3 ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ചെയ്യും. ഓക്കെ. നൈട്രജൻ്റെ ബാലൻസ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ 3 എണ്ണമായിട്ട് ബോണ്ട് ചെയ്ത ഒരു ലോൺ പെയർ. ഓക്കെ. AlCl3യിലാണെങ്കിൽ അലൂമിനിയത്തിൻ്റെ വാലൻസ് ഷെല്ലിൽ 3 ഇലക്ട്രോൺ 3 ക്ലോറിനുമായിട്ട് ബോണ്ട് ചെയ്യുന്നു. ദെൻ BeCl2 ബെർലിയത്തിൻ്റെ വാലൻസ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ 2 ക്ലോറിനുമായിട്ട് ബോണ്ട് ചെയ്യുന്നു. ദെൻ CCl4 കാർബണിൻ്റെ വാലൻസ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ 4 ക്ലോറിനുമായിട്ട് ബോണ്ട് ചെയ്യുന്നു. PCl5
PCl5 ഞാനിപ്പോൾ ഇവിടെ വരയ്ക്കാം. PCl5 ഫോസ്ഫറസിൻ്റെ വാലൻസ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ. ഓക്കെ, 5 ക്ലോറിനുമായിട്ട് ബോണ്ട് ചെയ്യുന്നു. ഇപ്പോൾ NH3 എടുക്കുകയാണെങ്കിൽ എന്താ? NH3 ഓരോ ബോണ്ടിലും 2 ഇലക്ട്രോൺ, 2, 4, 6, 8. ഇതിൽ NH3യിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. AlCl3 എടുക്കുകയാണെങ്കിലോ അലൂമിനിയത്തിൻ്റെ വാലൻസ് ഷെല്ലിൽ 3 ഇലക്ട്രോൺ, 3 ക്ലോറിനുമായിട്ട് ബോണ്ട് ചെയ്തു. ഓരോ ബോണ്ടിലും 2 ഇലക്ട്രോൺ. അപ്പോൾ എത്ര വരും? AlCl3യിൽ 6 എണ്ണം വരും. ഓക്കെ. BeCl2 ബെറിലിയത്തിൻ്റെ വാലൻസ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, 2 ക്ലോറിനുമായിട്ട് ബോണ്ട് ചെയ്യും. BeCl2ൽ വരുമ്പോൾ ടോട്ടൽ 4 വരും. ഓക്കെ, 2 BCl ബോണ്ടിൽ 2 എണ്ണം വെച്ച് 4. CCl4ൽ കാർബണിൻ്റെ വാലൻസി 4, 4 ക്ലോറിനായിട്ട് ബോണ്ട് ചെയ്യുമ്പോൾ ടോട്ടൽ 8 വരും. PCl5ൽ ഫോസ്ഫറസിൽ 5 ഇലക്ട്രോൺ, 5 ക്ലോറിനുമായിട്ട് ബോണ്ട് ചെയ്തു. അപ്പോൾ 5 സിംഗിൾ ബോണ്ട്, 5 × 2 10 വരും. അപ്പോൾ ഇതിൽ 8 ഇലക്ട്രോൺസ് വരാത്തത്, അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ വരുന്ന AlCl3 വരും, BeCl2 വരും ആൻഡ് PCl5 വരും. അപ്പോൾ ടോട്ടൽ 3 മോളിക്യൂൾസ്. ഇതിൽ വരാത്തത് NH3 വരില്ല, CCl4 വരില്ല. അപ്പോൾ കറക്റ്റ് ആൻസർ ഇസ് 3. Then a compound is formed by 2 elements A and B. The element B forms cubic close packed structure and forms A occupy 1/3 of tetrahedral voids. If the formula of the compound is AXBY, then the value of X plus Y is in option. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എലമെൻറ്റ് ബി ക്യൂബിക് ക്ലോസ്ഡ് പാക്ഡ് സ്ട്രക്ചർ ആണ്. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് എഴുതാൻ പറ്റുക? എലമെൻറ്റ് ബി ക്യൂബിക് ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ ആണ്. എലമെൻറ്റ് എ ടെട്രാഹെഡ്രൽ വോയിഡ്സിൻ്റെ 1/3 പൊസിഷനിൽ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എലമെൻറ്റ് ബി ക്യൂബിക് ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ ആണ്. ഇപ്പോൾ ഇവിടെ യൂണിസെൽ എന്ന് പറയുന്നത് FCC ആണ്. ഇപ്പോൾ നമ്പർ ഓഫ് ബി ആറ്റംസ് വി ക്യാൻ റൈറ്റ് 4. ഒരു FCCയിൽ എത്ര ആറ്റംസ് ഉണ്ട്? 4 ആറ്റംസ്. ദെൻ എ ആറ്റംസ് എവിടെയാണ് ഇരിക്കുന്നത്? എ ആറ്റംസ് ഇരിക്കുന്നത് 1/3 ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ്സ്. അപ്പോൾ എത്ര ടെട്രാഹെഡ്രൽ വോയിഡ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. എത്ര ആറ്റംസ് ഉണ്ട്? 4 ആറ്റംസ്. അപ്പോൾ ടെട്രാഹെഡ്രൽ വോയിഡ് ഇസ് ഈക്വൽ ടു ഫോർമുല 2n. ഇപ്പോൾ ടോട്ടൽ വരിക 2 × 4 8 വരും. ഇപ്പോൾ എ ആറ്റംസ് എന്ന് പറയുമ്പോൾ 1/3 ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ് 8/3 വരും. ഇനി ഫോർമുല AXBY. ഓക്കെ, X/Y. എക്സ് എത്രയാണ്? 8/3. ദെൻ Y, അതായത് ബി ആറ്റംസ് 4. ദെൻ ഇതിനൊരു ഇൻറ്റീജർ റേഷ്യോയിലേക്ക് വരുത്താനായിട്ട് 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 8, 4 × 3 12. ആൻഡ് സ്മോളസ്റ്റ് റേഷ്യോ 2 വെച്ച് ക്യാൻസൽ ചെയ്താൽ 2:3 വരും. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് X + Y എത്രയാണെന്നാണ്. X + Y എത്രയാണ്? 2 + 3 ദാറ്റ് ഈസ് 5 വരും. ദർഫോർ ആൻസർ, നമ്മുടെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 3. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 80. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ബോയിൽസ് ലോ. വിച്ച് ഗ്രാഫ് റെപ്രസെൻറ്റ്സ് ബോയിൽസ് ലോ? ഫസ്റ്റ് വൺ ആണോ? P വേഴ്സസ് 1/V ആണെങ്കിൽ അവിടെ വരുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ് വരിക. P വേഴ്സസ് 1/V ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആണ് വരിക. കാരണം എന്താ? കാരണം PV = a കോൺസ്റ്റൻ്റ് ആണ്. P അപ്പുറത്തേക്ക് പോയാൽ 1/V × K. ദാറ്റ് ഈസ് ദിസ് ഇക്വേഷൻ ഈസ് സിമിലർ ടു Y = mx + c. സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണ്. Y എന്ന് പറയുന്നത് Pക്ക് ഇക്വലൻ്റ് ആയിട്ട് എഴുതാം. വേരിയബിൾ X എന്ന് പറയുന്നത് 1/Vക്ക് ഇക്വലൻ്റ് ആയിട്ട് പറയാം. ആൻഡ് Y ഇൻ്റർസെപ്റ്റ് C ഈസ് 0. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ അല്ല. ദെൻ സെക്കൻഡ് ഓപ്ഷൻ P വേഴ്സസ് T അല്ല. ദെൻ തേർഡ് ഓപ്ഷൻ P വേഴ്സസ് V. P വേഴ്സസ് V ഇങ്ങനെയാണോ വരിക? T3 > T2 > T1 ഇങ്ങനെയാണോ വരിക? അല്ല. ഇതുമല്ല. പിന്നെ ഏതാണ്? ഓപ്ഷൻ 4. ദാറ്റ് ഈസ് P വേഴ്സസ് 1/V ഗ്രാഫ് T3 T2 T1 ആൻഡ് T3 > T2 > T1. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇപ്പോൾ 80th ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ചെയ്തത്. ദെൻ 81.
Some tranquilizers are listed below. Which one from the following belongs to barbiturates? Direct NCERT question aanu, that is veronal. Okay. And given below are two statements. In equation delta G is equal to minus NF E0 EZL. Value of delta G depends on N. EZL is an intensive property and delta G is an extensive property. അപ്പോൾ അസേഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ എഴുതാം ഇക്വേഷൻ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു മൈനസ് എൻ എഫ് ഇ സെൽ. ഓക്കെ, ഇതിൽ ഡെൽറ്റ ജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ആൻഡ് ഈസൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ഇനി എന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, എന്താണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിൻ്റെ സൈസിനെ അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടി. ഇൻറ്റൻസീവ് ആണെങ്കിൽ സിസ്റ്റത്തിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടി. ഇപ്പോൾ ഇവിടെ നോക്കുക, ഡെൽറ്റ ജി എക്സ്റ്റെൻസീവ് ആണ്, ഈ സെൽ ഇൻറ്റൻസീവ് ആണ്. ഇനി ഇക്വേഷനിൽ നോക്കുക, ഡെൽറ്റ ജി എന്തുകൊണ്ടാണ് എക്സ്റ്റെൻസീവ് ആയത്? ദാ ഇവിടെ ഒരു ഫാക്ടർ ഇല്ല, എൻ. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഇലക്ട്രോൺസ്. ഇത് വച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക, ഡെൽറ്റ ജി കിട്ടുക. എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യും എന്ത്, ഡെൽറ്റ ജി. അതായത് എന്നിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യും എന്ത്, ഡെൽറ്റ ജി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എന്താണ് ഫസ്റ്റ് ഓപ്ഷൻ, ഫസ്റ്റ് അസേർഷൻ, ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു മൈനസ് എൻ എഫ് E0 minus NF E cell and value of delta G depends on N. Yes, correct ആണ്. എന്തുകൊണ്ടാണ് delta G extensive and E cell intensive? കറക്റ്റ് ആണ്. ഡെൽറ്റ ജി എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, അതായത് ഒരു സിസ്റ്റത്തിലെ മൊത്തം സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടി അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടി. ആ ഇക്വേഷനിൽ തന്നെ ഉണ്ട്, എൻ കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് മാറ്റർ കൂടുന്നതിനനുസരിച്ച് ഡെൽറ്റ ജി അവിടെ കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഡെൽറ്റ ജി എന്തായിട്ട് മാറും, ഇറ്റ് ഈസ് ആൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. അപ്പോൾ അസേഷനും കറക്റ്റാണ്, റീസണും കറക്റ്റാണ്. ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേഷൻ. ഓപ്ഷൻ 3, both A and R true and R is the correct explanation of A. Okay, അപ്പോൾ the question number 82 ആണ് ചെയ്തത്. Then 83. A unit formed by the attachment of a base to 1' position of sugar is known as nucleoside. When nucleoside is linked to phosphorus acid at 5' position of sugar moiety, we get nucleotide. ഇത് എനിക്ക് ഏകദേശം ഉറപ്പാണ്, കൂടുതൽ പേരും ഈ ക്വസ്റ്റ്യൻ തെറ്റിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ കാരണം ഞാനിപ്പോൾ പറയാം. ഒരൊറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഈ ക്വസ്റ്റ്യൻ ഷുവറായിട്ട് എല്ലാവരും തെറ്റിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ ന്യൂക്ലിയോസൈഡിൻ്റെ സ്ട്രക്ചർ ഞാനിപ്പോൾ ഇവിടെ വരയ്ക്കാം. ന്യൂക്ലിയോസൈഡ് ഇപ്പോൾ ഇവിടെ ബേസ് കണക്ട് ചെയ്യും, ഇവിടെ ബേസ് കണക്ട് ചെയ്യും, ഇവിടെ HOH, then CH2OH. ഓക്കെ, അപ്പോൾ ഇവിടെ 1' പൊസിഷനിലാണ് ബേസ് കണക്ട് ചെയ്യുന്നത്, 1' പൊസിഷനിലാണ് ബേസ് കണക്ട് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ 2', ഇവിടെ 3' ആൻഡ് 4', 5'. ഇതാണ് ന്യൂക്ലിയോസൈഡ്. ഇനി ന്യൂക്ലിയോടൈഡ് വരുമ്പോൾ എന്താണ്, 1' ബേസ് കണക്ട് ചെയ്യും, then HOH, then CH2, അതായത് 5th പൊസിഷനിലേക്ക് ഫോസ്ഫറസ് ലിങ്കേജ് വരും. ഓക്കെ, O-, O-. ഓക്കെ, അപ്പോൾ 1' പൊസിഷനിൽ ബേസ് വരും, 5' പൊസിഷനിൽ ഫോസ്ഫറസ് ലിങ്കേജ് വരും. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളാരും ചിലപ്പോൾ അത് മൊത്തമായിട്ട് വായിച്ചിട്ടുണ്ടാവില്ല. 1' 5' തന്നെയാണ് കണക്ട് ചെയ്യുന്നത്. 1' ബേസ് കണക്ട് ചെയ്യും, 5' ഫോസ്ഫറസ് ലിങ്കേജ് വരും. പക്ഷേ ഇവിടെ വരുന്ന ആസിഡ് ഫോസ്ഫോറിക് ആസിഡാണ്, ഫോസ്ഫോറിക് ആസിഡ്. ക്വസ്റ്റ്യൻ ഇനി ഒന്ന് വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ എന്താണ്,
A unit formed by the attachment of a base to one dash position of sugar is known as nucleoside. Correct. When a nucleoside is linked to phosphorus acid, ആണോ? അല്ല. ഈ ഫോസ്ഫോറസ് ആസിഡ് എന്ന് പെട്ടെന്ന് വായനയിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. 5 dash position of sugar moiety we get nucleotide. ഫോസ്ഫോറിക് ആയിരുന്നെങ്കിൽ ആൻസർ ആയിരുന്നു, ഫോസ്ഫോറസ് ആണെങ്കിൽ അല്ല. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഇൻകറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 is true but statement 2 is false. Answer option A. ഓക്കെ, പെട്ടെന്ന് വായിച്ചു പോയി കഴിഞ്ഞാൽ ഈ ഫോസ്ഫോറസ് ചിലപ്പോൾ ആരും കണ്ടിട്ടുണ്ടാവില്ല, പെട്ടെന്ന് ആൻസർ ചെയ്യും രണ്ടും ശരിയാണെന്നുള്ള രീതിയിൽ. ആദ്യത്തെ കറക്റ്റാണ്, രണ്ടാമത്തെ ഫോൾസ് ആണ്. അപ്പോൾ ഇങ്ങനെ നമ്മളൊന്ന് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട ക്വസ്റ്റ്യൻസ് ആണ്. ചിലരൊക്കെ അതിൽ വീണിട്ടുണ്ടാവും. നല്ല രീതിയിൽ വായിച്ച് തന്നെ പോകണം. ഓക്കെ, ഫോർ എ സർട്ടൻ റിയാക്ഷൻ the rate is equal to Ka square B when the initial concentration of A is tripled, keeping concentration of B constant, then the initial rate would be. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. K rate is equal to Ka square B. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ ഇവിടെ എഴുതാണ് R is equal to K A square B. ഇനി എന്താണ് ചെയ്തിരിക്കുന്നത്? പുതിയ റേറ്റ് ഞാൻ എഴുതുകയാണ് R1. കെക്ക് മാറ്റമില്ല. എ എന്ത് ചെയ്തു? എ ഇസ് ട്രിപ്പിൾഡ്. എ അപ്പോൾ അവിടെ 3A ആയിട്ട് മാറി. എ 3A ആയിട്ട് മാറി. അപ്പോൾ നമുക്കിവിടെ എഴുതാം K ഇൻറ്റു 3A ദ ഹോൾ സ്ക്വയർ. ദെൻ ബി ഈസ് കോൺസ്റ്റൻറ്റ്. ബി കോൺസ്റ്റൻ്റ് ആണ്, ഒന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്കിവിടെ എഴുതാം ബാക്കി K ഇൻറ്റു 3 സ്ക്വയർ 9. Then concentration of A square into concentration of B. ഇതിൽ Ka square into B എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ ഇവിടെ എഴുതിയ R ആണ് അല്ലേ? അപ്പോൾ നമുക്കിവിടെ എഴുതാം 9 into R. അപ്പോൾ എന്ത് ചെയ്യും? ഇൻക്രീസ്ഡ് ബൈ 9 ടൈംസ്. ഏതാണ്? ദ ഫസ്റ്റ് ഓപ്ഷൻ, ഇൻക്രീസ് ബൈ എ ഫാക്ടർ ഓഫ് 9. 9 into R ആയിട്ട് മാറും. ഓക്കെ, the next one, among the given option which of the following molecules ion act as Lewis acid? വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഏതാണ്? ഡയറക്റ്റ് NCERT ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് BF3. ഓക്കെ, BF3യിൽ ബോറോണിൽ എംറ്റി ഓർബിറ്റൽ ഉണ്ട്. എംറ്റി ഓർബിറ്റൽ ഉണ്ടെങ്കിൽ അതെന്തായിട്ട് ആക്ട് ചെയ്യും? ലൂയിസ് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യും. ആൻഡ് ലോൺ പെയർസ് ഉണ്ടെങ്കിൽ അത് ലൂയിസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യും. ആൻഡ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ സെൻറ്റർ ആണ് ലൂയിസ് ആസിഡ്. ഇവിടെ OH നെഗറ്റീവ് ചാർജ് ഉണ്ട്, അല്ല ലൂയിസ് ആസിഡ് വരില്ല. NH3 ലോൺ പെയർ ഉണ്ട്, ഇലക്ട്രോൺ റിച്ച് ആണ്, ലൂയിസ് ആസിഡ് വരില്ല. H2 ലോൺ പെയർ ഉണ്ട്, ലൂയിസ് ആസിഡ് വരില്ല. അപ്പോൾ ഇവിടെ വരുന്നത് BF3 ലൂയിസ് ആസിഡ്. ദ നെക്സ്റ്റ് വൺ വീണ്ടും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇനിയാണ് പാർട്ട് ബിയിലേക്ക് പോകുന്നത്. All the transition metals. First one question is, which of the following statements are incorrect? Incorrect ഏതാണ്? First one, all the transition metals except scandium form MO oxides which are ionic. സ്കാൻഡിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒരേ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റേ ഉള്ളൂ. അത് എത്രയാണ്? ദാറ്റ് ഈസ് 3+. Sc3+ ആണ്. Sc3+ വരുമ്പോൾ ഒരിക്കലും MO ഓക്സൈഡ് ഫോം ചെയ്യില്ല. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. The highest oxidation number corresponding to the group number in transition metal oxide is obtained in Sc2O3 to Mn2O7. ഏറ്റവും +3 to +7 ആണ് വരിക. അപ്പോൾ ഇവിടെ നോക്കാം -2 +7. സ്കാൻഡിയ നേരത്തെ പറഞ്ഞു +3 കറക്റ്റാണ്. +3 to +7 ആണ് വരിക. Then basic character increases from V2O3 to V2O4 to V2O5. നിങ്ങളുടെ NCERTയിൽ ഒരു പാരഗ്രാഫായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ പാരഗ്രാഫിൽ നിന്ന് ഡയറക്റ്റായിട്ട് ചോദിച്ചിരിക്കുകയാണ്. V2O3 എന്ന് പറയുന്നത് ബേസിക് ആണ്. ഓക്കെ, ആൻഡ് V2O4 എന്ന് പറയുന്നത് ലെസ് ബേസിക് ആണ്. ആൻഡ് V2O5 എന്ന് പറയുന്നത് ആംഫോട്ടറിക് ആണ്. ആംഫോട്ടറിക്. അപ്പോൾ ഇവിടെ നോക്കുക, ബേസിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുകയാണോ ചെയ്യുക? അല്ല, ഇവിടെ ബേസിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. ദാർഫോർ ഇറ്റ് ഇസ് ഇൻകറക്റ്റ്. V2O4 dissolves in acid to give VO3+. അല്ല, ഇവിടെ ഫോം ചെയ്യുന്നത് VO2+ ആണ്.
VO4 3 മൈനസ് അല്ല ഫോം ചെയ്യുക, VO2 പ്ലസ് ആണ്. ഡയറക്റ്റ് എൻ സി ആർ ടിയിലുള്ളതാണ്. ഇതും ഇൻകറക്റ്റ് ആണ്. CRO ഇസ് ബേസിക്, കറക്റ്റ് ആണ്. CR2O3 ഇസ് ആംഫോട്ടറിക്, കറക്റ്റ് ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഇൻകറക്റ്റ് ഏതാണ്? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ C and D. Yes. First option is the correct answer. Okay. And 87. What fraction of one edge-centered octahedral void lies in one unit cell of FCC? One edge-centered octahedral void. ഒരു edge-centered octahedral void 4 യൂണിറ്റ് സെല്ല് ആയിട്ടാണ് ഷെയർ ചെയ്ത് പോവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് വരും? ഒരു യൂണിറ്റ് സെല്ല് എന്ത് വരും? 1/4 വരും. അപ്പോൾ ആ ഫ്രാക്ഷൻ എടുക്കുകയാണെങ്കിൽ 1/4 വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ദാറ്റ് ഈസ് ഓപ്ഷൻ 1. The next one, match the following question. Peroxosulfuric acid, sulfuric acid, pyrosulfuric acid, sulfurous acid. ഈ 4 നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന സ്ട്രക്ചേഴ്സാണ്. അതായത് സൾഫർ ആസിഡ് സ്ട്രക്ചേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാവരും ചെയ്തിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? ദ ഫസ്റ്റ് വൺ പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡ് ഫോർമുല H2S2O8. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ S ഡബിൾ ബോണ്ട് O, ദെൻ ഡബിൾ ബോണ്ട് O, OH, ദെൻ ഇവിടെ ഒരു പെറോക്സോ ലിങ്കേജ് വരും. ഓക്കെ, ദെൻ S ഡബിൾ ബോണ്ട് O, ദെൻ OH ഡബിൾ ബോണ്ട് O. ദെൻ നെക്സ്റ്റ് വൺ, അടുത്തത് എന്താണ്? പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡ് പറഞ്ഞു. സൾഫ്യൂരിക് ആസിഡ്, പൈറോസൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡും പൈറോസൾഫ്യൂരിക് ആസിഡും. സൾഫ്യൂരിക് ആസിഡ് H2SO4. അപ്പോൾ ഇവിടെ സൾഫർ ഡബിൾ ബോണ്ട് ഓക്സിജൻ, ദെൻ OH, ദെൻ OH. ഓക്കെ, ദെൻ ചോദിച്ചിരിക്കുന്നത് പൈറോസൾഫ്യൂരിക് ആസിഡ്. ദാറ്റ് ഈസ് ഒലിയം H2S2O7. പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡിൽ ഒരു ഓക്സിജൻ കളഞ്ഞാൽ പൈറോസൾഫ്യൂരിക് ആസിഡായി. S ഡബിൾ ബോണ്ട് O, OH, ദെൻ ഓക്സിജൻ, then sulfur double bond O, OH double bond O. Then next one is sulfurous acid H2SO3. സൾഫ്യൂരിക് ആസിഡിൽ നിന്ന് ഒരു ഓക്സിജൻ കളഞ്ഞാൽ മതി. S ഡബിൾ ബോണ്ട് O, OH ഡബിൾ ബോണ്ട് O, ഇവിടെ ഒരു ലോൺ പെയർ. ഓക്കെ, അപ്പോൾ ഇനി എത്ര S ഡബിൾ ബോണ്ട് O, എത്ര SOH? ആദ്യത്തേൽ എത്ര വരും? S ഡബിൾ ബോണ്ട് O 4 വരും. 4S ഡബിൾ ബോണ്ട് O വരും. ദെൻ 2S സിംഗിൾ ബോണ്ട് OH വരും. ദെൻ ഒരു S ഓക്സിജൻ സൾഫർ ബോണ്ട് വരും. ഓക്കെ, ദെൻ രണ്ടാമത്തേതിൽ സൾഫ്യൂരിക് ആസിഡിൽ 2S ഡബിൾ ബോണ്ട് O, 2S സിംഗിൾ ബോണ്ട് OH. ദെൻ ഒലിയത്തിൽ 1 2 3 4 4S ഡബിൾ ബോണ്ട് O വരും. 2S സിംഗിൾ ബോണ്ട് OH വരും. ദെൻ 1S ഓക്സിജൻ സൾഫർ ബോണ്ട് വരും. ദെൻ H2SO3 സൾഫ്യൂരസ് ആസിഡിൽ 1S ഡബിൾ ബോണ്ട് O, 2S ഡബിൾ ബോണ്ട് O. സ്ട്രക്ചർ വരച്ചപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. ഇവിടെ S ഡബിൾ ബോണ്ട് O അല്ല, ഇവിടെ സിംഗിൾ ബോണ്ട് OH ആണ് കേട്ടോ. അപ്പോഴാണ് H2SO3 വരും. ഓക്കെ, അപ്പോൾ S ഡബിൾ ബോണ്ട് O, 2 അല്ല, അപ്പോൾ ഒരെണ്ണമാണ് വരിക. അപ്പോൾ 1S ഡബിൾ ബോണ്ട് O ആൻഡ് 2S സിംഗിൾ ബോണ്ട് OH. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡ് ഇതിലേതാണ് ഓപ്ഷൻ വരിക? പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡ് പെറോക്സോ ലിങ്കേജ് വരുന്നത് 1 3 A3 വരും. 2SOH
4s double bond O, 1s oxygen, oxygen, single bond S. 2SOH, 4s double bond O. Okay. 2SOH, 4s double bond O, 1s oxygen, oxygen, sulfur. Okay. Then sulfuric acid. Sulfuric acid il 2s double bond O varum, 2SOH varum. അപ്പോൾ അങ്ങനെ വരുന്നത് യെസ് B4 വരും. ദെൻ പൈറോസൾഫ്യൂരിക് ആസിഡ് C1 വരും, 1SOS വരും. സൾഫ്യൂരസ് ആസിഡ് പിന്നെയുള്ള ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, 2SOH വരും, 1s ഡബിൾ ബോണ്ട് O വരും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എ ഏത് വരും? A3 വരും, A3 and B4, A3, B4 and C1 and D2, that is option 4. Okay. Peroxide disulfuric acid, A3, 2SOH, okay, and sulfuric acid 2SOH, 2s double bond O, that is B4, and pyrosulfuric acid il 1SOS, 2SOH, 4s double bond O, that is C1 and D2, sulfurous acid 2SOH and 1s double bond O. Okay. For D4 varum, sorry, D1, sorry, D2 and C1, B4 is A3. Okay. ഞാൻ വരച്ചപ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആയിപ്പോയി. ഓക്കെ. ആൻസർ ഇസ് ഓപ്ഷൻ 4. And next one, identify the major product obtained in the following reaction. Okay. ഇത് ഏതാണ്? വളരെ സിമ്പിളായിട്ട് ഉള്ള റിയാക്ഷനാണ്. ആൽഡിഹൈഡ്സ് ടോളൻസ് റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ടോളൻസ് റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഫോം ചെയ്യുക? ഇത് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ എഴുതാം, RCHO റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? RCOO മൈനസ് വരും. ഓക്കെ. CHO മാറി COO മൈനസ് വരും. ഇപ്പോൾ ഇവിടെ CHO എവിടെയാണ്? ഈ കോമ്പൗണ്ടാണ് CHO. ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് മാറി എന്ത് വരും? COO മൈനസ് വരും. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഏത് വരും? ദാറ്റ് ഈസ് ഓപ്ഷൻ 1. ഓക്കെ. ദ നെക്സ്റ്റ് വൺ, consider the following compounds of species, the number of compound species which obey Haeckel's rule. Haeckel's rule എന്തായിരുന്നു? റിംഗ് കോമ്പൗണ്ട് ആയിരിക്കണം. The compound must be a ring compound. Second one, it must be a conjugated molecule. And third one, it must contain 4n plus 2 pi electrons. എന്ന് പറഞ്ഞാൽ pi electrons എത്രയൊക്കെ ആവാം? pi electrons 2 വരാം, 6 വരാം, 10 വരാം, 14 വരാം, then 18 വരാം. 4 into 4, 16 plus 2, 18. ഓക്കെ. അപ്പോൾ ആദ്യത്തെ നോക്കാം. റിംഗ് കോമ്പൗണ്ട് ആണ്, കോൺജുഗേഷൻ ഉണ്ട്, നമ്പർ ഓഫ് പൈ ഇലക്ട്രോൺസ് 2, 4, 6, 8, 10 pi. That is, it's an aromatic compound. Then the second compound, number of pi electrons, ഇവിടെ ഒരെണ്ണം ഉണ്ട്, ഇവിടെ ഒരു പൈ ബോണ്ട് ഉണ്ട്, ഇവിടെ ഉണ്ട് 2 plus 2, 4, then ഇവിടെ ഒരു ലോൺ പെയർ ഉണ്ട് 6 pi electrons. ഇതും ആരോമാറ്റിക് ആണ്. ഓക്കെ. കോൺജുഗേറ്റഡ് ആണ്, then 6 pi electrons വരും. നമുക്ക് ഈ റേഞ്ചിൽ വന്നാൽ മതി, 2, 6, 10, 14, 18. Then
2 4 pi ഇലക്ട്രോൺസ് ആണ് വരുന്നത്, ആരോമാറ്റിക് അല്ല. ഓക്കെ. ദ നെക്സ്റ്റ് വൺ കോൺജുഗേഷൻ ഉണ്ട്, റിംഗ് കോമ്പൗണ്ട് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് പൈ ഇലക്ട്രോൺസ് 2 പ്ലസ് ലോൺ പെയർ രണ്ടെണ്ണം എടുക്കുക കഴിയുമ്പോൾ 4 pi ഇലക്ട്രോൺസ്. 4 pi ഇലക്ട്രോൺസ്, ദാറ്റ് ഈസ് നോട്ട് ആരോമാറ്റിക്. ദ നെക്സ്റ്റ് വൺ റിംഗ് കോമ്പൗണ്ട് ആണ്, കോൺജുഗേഷൻ ഉണ്ട്, ഡബിൾ സിംഗിൾ കാർബോകാറ്റയോൺ ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് പൈ ഇലക്ട്രോൺസ്. ഒരു പൈ ബോണ്ട് മാത്രമേ ഉള്ളൂ, 2 pi ഇലക്ട്രോൺസ്. 2 എന്നാൽ ആരോമാറ്റിക് ആണ്. ഇനി അടുത്ത റിംഗ് കോമ്പൗണ്ട് ആണ്, കോൺജുഗേഷൻ ഉണ്ട്, ഓൾട്ടർനേറ്റ് നമ്പർ ഓഫ് ഡബിൾ ബോണ്ട്. അപ്പോൾ എത്ര പൈ ഇലക്ട്രോൺസ്? 2 4 6 8 pi ഇലക്ട്രോൺസ്. 8 pi ഇലക്ട്രോൺസ് എന്നാൽ ആരോമാറ്റിക് അല്ല. അടുത്തത് റിംഗ് കോമ്പൗണ്ട് ആണ്, കോൺജുഗേഷൻ ഉണ്ട്, ഓൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട് ഉണ്ട്, ടോട്ടൽ പൈ ഇലക്ട്രോൺസ് 2 4 6 8 10 12 14 pi ഇലക്ട്രോൺസ് വന്നാൽ ആരോമാറ്റിക് ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ എത്ര എണ്ണം ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. 1 2 3 4 4 കോമ്പൗണ്ട് ആരോമാറ്റിക് ആണ്. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ 3. നെക്സ്റ്റ് വൺ പാർട്ട് ബിയിൽ ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ അല്ല, ഡയറക്റ്റ് ഫോർമുല ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, കറക്റ്റ് റിലേഷൻ? ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ എൻ ആർ ടി ആണോ? അല്ല. ഡെൽറ്റ എച്ച് പ്ലസ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൻ ആർ അല്ല. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു മൈനസ് ഡെൽറ്റ എൻ ആർ ടി അല്ല. പിന്നെ ഏതാണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ 4, ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി. And statement question. Statement 1, the nutrient deficient water bodies lead to eutrophication. The nutrient deficient water bodies അല്ല. ന്യൂട്രിയൻ്റ് കൂടുതൽ വാട്ടറിലേക്ക് വരുമ്പോഴാണ് യൂട്രിഫിക്കേഷൻ വരിക. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവും? പല പ്ലാന്റ്സുകളും ഈ പറഞ്ഞ ലേക്കിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ വരുന്നതായിരിക്കും. പല പ്ലാന്റ്സുകൾ അല്ലെങ്കിൽ ആൽഗ ഇതൊക്കെ വരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഈ ആൽഗയൊക്കെ വന്നു കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും? കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതൊക്കെ നശിച്ചു പോകും. ഇത് നശിച്ചു പോകുമ്പോൾ അവിടെ ബാക്ടീരിയാസ് ഇതിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ബാക്ടീരിയാസ് നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എന്ത് പറ്റും? വാട്ടറിൽ നിന്ന് ഓക്സിജൻ എടുത്തിട്ട് വേണം ഇതിൻ്റെ ഫങ്ഷനിങ് നടത്താൻ. അപ്പോൾ ഇത് നശിച്ചു കഴിയുമ്പോൾ ബാക്ടീരിയാസിൻ്റെ ഫങ്ഷനിങ് വരുമ്പോൾ വാട്ടറിലുള്ള ഓക്സിജൻ്റെ അളവ് എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടേ വരും. അപ്പോൾ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റാണോ? യൂട്രിഫിക്കേഷൻ ലീഡ്സ് ടു ഡിക്രീസ് ഇൻ ദ ലെവൽ ഓഫ് ഓക്സിജൻ ഇൻ ദ വാട്ടർ ബോഡീസ്. യെസ്, കറക്റ്റാണ്. യൂട്രിഫിക്കേഷൻ വരുന്നത് മൂലം പല പ്ലാന്റ്സുകളും ലേക്കിലേക്ക് വരും. ഇത് നശിച്ചു കഴിഞ്ഞാൽ ബാക്ടീരിയാസിൻ്റെ ഫങ്ഷനിങ് നടക്കണമെങ്കിൽ വാട്ടറിൽ നിന്ന് ഓക്സിജൻ എടുത്തിട്ടാണ് ബാക്ടീരിയാസിൻ്റെ ഫങ്ഷനിങ് നടക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ വാട്ടറിലുള്ള ഓക്സിജൻ ഒക്കെ ഡിക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ഇൻകറക്റ്റാണ്. ന്യൂട്രിയൻ ഡെഫിഷ്യൻറ്റ് വാട്ടറിലല്ല, ന്യൂട്രിയൻ റിച്ച് വാട്ടറിലാണ് യൂട്രോഫിക്കേഷൻ വരിക. ദെൻ ഇതുമൂലം ഉണ്ടാവുന്നത് പല പ്ലാന്റ്സുകളും ആൽഗയും ഒക്കെ ലേക്കിൽ വരുന്നതായിരിക്കും. ഇത് നശിച്ചു കഴിയുമ്പോൾ ബാക്ടീരിയയുടെ ആക്ഷൻ അല്ലെങ്കിൽ ഫങ്ഷൻ ചെയ്യുമ്പോൾ വാട്ടറിൽ നിന്ന് ഓക്സിജൻ എടുത്തതിന് ശേഷമാണ് ഇതിൻ്റെ ഫങ്ഷനിങ് നടക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വാട്ടറിലുള്ള ഓക്സിജൻ്റെ എമൗണ്ട് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഇൻകറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ്. അപ്പോൾ അങ്ങനെ വരുന്ന ഓപ്ഷൻ ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഇൻകറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ്. ദെൻ പ്യൂമിസ്റ്റോൺ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് NCERT ക്വസ്റ്റ്യൻ ആണ്. സർഫസ് കെമിസ്ട്രി എന്നുള്ള ചാപ്റ്ററിൽ ഡിസ്പേഴ്സൻറ്റ് ഫേസ് ഗ്യാസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം സോളിഡ് വരുന്നത്, അതായത് സോളിഡ് സോൾ, ഓപ്ഷൻ 1. Then and the next one, which complex compound is most stable ആയിട്ടുള്ള കോമ്പൗണ്ട്? ഇപ്പോൾ കോംപ്ലക്സിൻ്റെ സ്റ്റെബിലിറ്റി ഇത്ര ഓർത്തിരുന്നാൽ മതി. ദ സ്റ്റെബിലിറ്റി ഓഫ് കോംപ്ലക്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കീലേറ്റ് ലിഗാൻസിൻ്റെ നമ്പർ കൂടിക്കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി കൂടും. ഈ ഓപ്ഷനിൽ ഏതാണ് കീലേറ്റ് ലിഗാൻസ് ഉള്ളത്? അതായത് ബൈഡൻഡേറ്റ് ലിഗാൻഡ് ആയിരിക്കും, കണക്ട് ചെയ്യുമ്പോൾ ഒരു റിംഗ് ഷേപ്പ് വരണം. അങ്ങനെയുള്ള ലിഗാൻഡ് ഏതാണുള്ളത്? ഒരേ ഒരു ഓപ്ഷനിലേ ഉള്ളൂ, ഈഥേൻ 1,2 ഡയമീൻ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വേറെ ഒന്നിലും കീലേറ്റ് ലിഗാൻസ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ. ഇവിടെ NH3SO4, NH3H2O, Br, NH3NO3. ഓക്കെ.
And next one, direct NCERT textbook question ആണ് വീണ്ടും. The reaction that does not take place in a blast furnace between 900 Kelvin to 1500 Kelvin temperature range. ഈ ടെമ്പറേച്ചർ റേഞ്ചിൽ അല്ലാത്തത് carbon reacts with carbon dioxide, calcium oxide reacts with silicon dioxide, Fe2O3 reacts with carbon monoxide, FeO reacts with carbon monoxide. Yes, ഇതിൽ NCERTയിൽ നിങ്ങൾക്ക് എക്സ്ട്രാക്ഷൻ ഓഫ് അയണിൽ ഫസ്റ്റ് പേജിൽ തന്നെ കിടക്കുന്നുണ്ട് 500 to 800 കെൽവിൻ ടെമ്പറേച്ചറിൽ 500 to 800 കെൽവിൻ ടെമ്പറേച്ചറിൽ നടക്കുന്ന റിയാക്ഷൻ, ദാറ്റ് ഈസ് തേർഡ് റിയാക്ഷൻ. Fe2O3 plus CO gives FeO plus CO2. ലോവർ ടെമ്പറേച്ചറിലാണ് ആ റിയാക്ഷൻ നടക്കുക. ആ ടെമ്പറേച്ചർ റേഞ്ച് 500 to 800 കെൽവിൻ. അപ്പോൾ ഇതിൽ നോട്ട് 900 to 1000 വരാത്തത്, 1500 വരാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് തേർഡ് റിയാക്ഷനാണ്. അത് 500 to 800 വരുന്നത്. ഡയറക്റ്റ് NCERT ആണ്. Then the equilibrium concentration of the species in the reaction A plus B gives C plus D are 2, 3, 10 and 6 moles per liter respectively at 300 Kelvin. Delta G for the reaction is direct question ആണ്. Delta G equation എന്താണ്? Delta G is equal to minus 2.303 RT log Kc. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ മൈനസ് 2.303 ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 2, ദെൻ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 300, ദെൻ ലോഗ് Kc product concentration by reactant concentration, CD concentration 10 and 6 എന്ന് തന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ റിയാക്റ്റൻ്റ് കോൺസെൻട്രേഷൻ എയും ബിയും 2, 3. ഓക്കെ, ഇപ്പോൾ 3, 6 കട്ട് ചെയ്യാം, 2, 2, 2 കട്ട് ചെയ്യാം, ലോഗ് 10 വരും. ലോഗ് 10 എത്രയാണ്? ദാറ്റ് ഈസ് 1. അപ്പോൾ ഫൈനൽ ആൻസർ 2.303 ഇൻറ്റു 2 ഇൻറ്റു 300 ഇൻറ്റു 1. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? മൈനസ് 2.303 ഇൻറ്റു 100 ഇപ്പോൾ എന്ത് വരും? 230.3 ഇൻറ്റു 2 ഇൻറ്റു 6. 300ൽ 10⁻²നെ ഞാൻ ഇവിടേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. സോറി, ഇവിടെ ഒരു 2 വീണ്ടും എഴുതിയില്ല. 230.3 ഇൻറ്റു 3 ഇൻറ്റു 2 6. ഓക്കെ, അപ്പോൾ ഫൈനൽ ആൻസർ എന്ത് വരും? 2303 ഇൻറ്റു 6 18 183. That is 13818. Then ഒരു പോയിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ the final answer is minus 1381.8 and the unit is calorie. കാരണം ആറിൻ്റെ വാല്യൂ നമ്മൾ കലോറിയിലാണ് കൊടുത്തിരിക്കുന്നത്. അത് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ എ, മൈനസ് 1381.80. അപ്പോൾ 96 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. Then 97. Consider the following reaction. ഇവിടെ തന്നിരിക്കുന്ന കോമ്പൗണ്ട് ഏത് റിയാക്റ്റൻ്റ് ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആൻസറായി. ഇവിടെ ഏതാണ്? ഓക്സിജൻ്റെ രണ്ട് സൈഡിലും 2 അരൈൽ ഗ്രൂപ്പ് ഏതാണ്? ഈത്തറാണ് വരിക. ഒരു ഈതർ HIയുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താ വരിക? ROR ഡാഷ് റിയാക്ട്സ് വിത്ത് HI എന്താ വരിക? ഹൈഡ്രജൻ. ഇവിടെ RO ബോണ്ട് ബ്രേക്ക് ആവും, ഒരു ഓക്സിജനിലേക്ക് HIയിലെ ഹൈഡ്രജൻ ബോണ്ട് ചെയ്യും, ദെൻ അടുത്ത ആൽക്കൈൽ ഗ്രൂപ്പിലേക്ക് അയഡിൻ ബോണ്ട് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുക, CH2 ഓക്സിജൻ ബോണ്ട്, ഈ ബോണ്ടായിരിക്കും ഇവിടെ ബ്രേക്ക് ആവുക. ഇപ്പോൾ ഇവിടെ എന്ത് വരും? ഓക്സിജനിലേക്ക് ഹൈഡ്രജൻ ഫില്ലാവും, സോറി ഇവിടെ മാറ്റി, ഓക്സിജനിലേക്ക് ഹൈഡ്രജൻ ഫില്ലാവും ആൻഡ് CH2യിലേക്ക് അയഡിൻ ഫില്ലാവും. ദാറ്റ്സ് ഓൾ. അപ്പോൾ അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാണുള്ളത്? ദാ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ, CH2I and B OH. Okay. Then the next one, which among the following will be most readily dehydrated under acidic condition? ഇപ്പോൾ ഇവിടെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ
കാർബോകാറ്റയോൺ ആണ് ഇൻ്റർമീഡിയറ്റ് വരിക. അപ്പോൾ കാർബോകാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷനിൽ NO2 ഗ്രൂപ്പ് ഉണ്ട്, ദാറ്റ് ഈസ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. സെക്കൻഡ് ഓപ്ഷനിൽ NO2 ഉണ്ട്, തേർഡ് ഓപ്ഷനിൽ NO2 ഉണ്ട്, ഫോർത്ത് ഓപ്ഷനിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ എന്താവും, സ്റ്റെബിലിറ്റി ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇല്ലാത്തതാണ് നമ്മുടെ ആൻസർ, ദാറ്റ് ഈസ് ഓപ്ഷൻ 4. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, CH3CHO reacts with lithium aluminum hydride, then it reacts with H2SO4, then it reacts with HBr, then it reacts with bromobenzene. അപ്പോൾ ഈ റിയാക്ഷൻ കാണുമ്പോൾ ഒന്ന് പേടിയാവും. അപ്പോൾ ഞാനത് ഒന്നോടെ ഒന്ന് മാറ്റി വരയ്ക്കാം. റിയാക്ട് ചെയ്യുന്നത് എന്താണ്, CH3CHO, CH3CHO. ഓക്കെ, ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ്, ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ്. ഓക്കെ, ഒരു ആൽഡിഹൈഡ് ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്നത് ഒരു ആൽക്കഹോൾ ആയിരിക്കും. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ CH3 എന്ത് വരും, CH3CH2OH വരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് കിട്ടി CH3CH2OH, ethanol. Then it reacts with H2SO4. It reacts with H2SO4. ഒരു ആൽക്കഹോൾ H2SO4ുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ ബീറ്റ എലിമിനേഷനാണ് നടക്കുക. അതായത് ആൽഫ കാർബണിൽ നിന്ന് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എലിമിനേറ്റ് ചെയ്യും. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ ആൽഫ കാർബൺ, ആൽഫയിലേക്ക് അറ്റാച്ച് ചെയ്ത കാർബൺ ബീറ്റ കാർബൺ. ആൽഫയിൽ നിന്ന് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് പോവും, ബീറ്റയിൽ നിന്ന് ഹൈഡ്രജൻ പോവും. അപ്പോൾ അവിടെ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ എന്ത് വരും, CH2 ഡബിൾ ബോണ്ട് CH2. ദെൻ എന്താണ്, B റിയാക്ട്സ് വിത്ത് HBr. ഒരു ആൽക്കീൻ HBrമായിട്ട് റിയാക്ട് ചെയ്യാണ്, എന്താ ഉണ്ടാവുക, ഇതാണെങ്കിൽ ഒരു സിമെട്രിക്കൽ ആൽക്കീനാണ്. ഡബിൾ ബോണ്ട് ബ്രേക്ക് ആവും, ഒരു കാർബണ് പോസിറ്റീവ് ചാർജ്, ഒരു കാർബണ് നെഗറ്റീവ് ചാർജ്. ഇപ്പോൾ പോസിറ്റീവ് ചാർജുള്ള കാർബണിലേക്ക് ബ്രോമിൻ അറ്റാച്ച് ചെയ്യും, Br-. ദെൻ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആവും. നെഗറ്റീവ് ചാർജുള്ള കാർബണിലേക്ക് H+ അറ്റാച്ച് ചെയ്യും, അപ്പോൾ ഇവിടെ CH3. ദെൻ ഇറ്റ് റിയാക്ട്സ് വിത്ത് ബ്രോമോബെൻസീൻ ഇൻ ദ പ്രസൻസ് ഓഫ് സോഡിയം ആൻഡ് ഡ്രൈ ഈതർ. ഇതേതാണ് റിയാക്ഷൻ, ഇതൊരു ഹാലോ ആൽക്കേനാണ്, ഇതൊരു ഹാലോ അരീനാണ്. റിയേജൻ സോഡിയം ആൻഡ് ഡ്രൈ ഈതർ, ഏതാ റിയാക്ഷൻ, വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. ഇപ്പോൾ ഇവിടെ എന്തായിരിക്കും പ്രോഡക്റ്റ് ഫോം ചെയ്യുക, വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. എന്തായിരിക്കും പ്രോഡക്റ്റ് ഫോം ചെയ്യുക, ഇവിടെ രണ്ടിടത്തെയും ഹാലജൻസ് റിമൂവ് ആകും, അതിലേക്ക് ആൽക്കൈൽ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, CH2 CH3. ഓക്കെ, അപ്പോൾ ഫൈനൽ ആൻസർ ഏതാണ്, ബെൻസീൻ റിങ്ങിൽ CH2 CH3 ഗ്രൂപ്പ് വരിക. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം, ദെൻ ഓക്കെ, അപ്പോൾ ഏതായിരിക്കും നമ്മുടെ ഓപ്ഷൻ, ദാറ്റ് ഈസ് ഓപ്ഷൻ C. ഓപ്ഷൻ C is the correct answer. Okay, the next one, the last question. Okay, on balancing the given redox reaction, find A, B and C. ഇക്വേഷൻ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി. വെറുതെ ഇക്വേഷൻ ബാലൻസ് ചെയ്യാമെന്നുള്ളൂ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ബാലൻസ് ചെയ്യാം. Cr2O7 2 മൈനസ്, Cr2O7 2 മൈനസ് പ്ലസ് SO3 2 മൈനസ്, SO3 2 മൈനസ് പ്ലസ് H+ gives Cr3 plus SO4 2 minus, Cr3 plus SO4 2 minus, Cr3 plus SO4 2 minus and H2O plus H2O. ഓക്കെ, അപ്പോൾ ഈ റിയാക്ഷനിൽ H+ കണ്ടിട്ടുണ്ടെങ്കിൽ ഓർത്തോളാം, റിയാക്ഷൻ ബാലൻസ് ചെയ്യേണ്ടത് അസിഡിക് മീഡിയത്തിലാണ്. അപ്പോൾ റിയാക്ഷൻ ബാലൻസ് ചെയ്യാൻ എടുക്കാനായിട്ട് ആദ്യം ഏത് മീഡിയത്തിലാണെന്ന് അറിയണം. H+ കണ്ടിട്ടുണ്ടെങ്കിൽ അസിഡിക് മീഡിയം, OH കണ്ടാൽ ബേസിക് മീഡിയം. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ എന്ത് ചെയ്യുക,
എച്ച് പ്ലസും H2Oയും നെഗ്ലക്റ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ എഴുതുക. അപ്പോൾ ഇവിടെ എഴുതാം Cr2O7 2 മൈനസ് പ്ലസ് SO3 2 മൈനസ് gives Cr3 പ്ലസ് പ്ലസ് SO4 2 മൈനസ്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? ഓരോ എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ ഓക്സിജൻ -2, ഇപ്പോൾ ഇവിടെ ക്രോമിയം +6 വരും. ഓക്കെ, ഇവിടെ -2 6 +4, ദെൻ ക്രോമിയം ഇവിടെ +3 -2 +6. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യുക? ഓക്സിജനും ഹൈഡ്രജനും അല്ലാത്തതുള്ളത് ബാലൻസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ സൾഫർ ബാലൻസ്ഡ് ആണ്, ക്രോമിയം ബാലൻസ്ഡ് അല്ല. ഇവിടെ 2 ക്രോമിയം ഉണ്ട്, പ്രോഡക്റ്റിൽ ഒരെണ്ണേ ഉള്ളൂ, അത് ബാലൻസ് ചെയ്യും. ദെൻ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റും ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റും കണ്ടുപിടിക്കുക. ഓക്കെ, ഇവിടെ ക്രോമിയം നോക്കുക, +6 +3 വന്നു. അപ്പോൾ എത്രയാണ് ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? എല്ലാവരും എഴുതും 3 എന്ന്. അത് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ തെറ്റാണ്. കാരണം ഇവിടെ 2 ക്രോമിയമാണുള്ളത്. ഒരു ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +6, അത് 2 Cr3+ ആയിട്ട് മാറി. ഒരു Cr+6 ഒരു Cr+3 ആകുമ്പോൾ 3 ചേഞ്ച് വരിക. 2 ആകുമ്പോൾ എന്ത് വരും? 6 വരും. അപ്പോൾ ഇവിടെ 6. ദെൻ SO3 2 മൈനസ് SO4 2 മൈനസ് ആവുന്നു. +4 നിന്ന് +6 അപ്പോൾ ഇൻക്രീസ് 2. ഇനി ഇൻക്രീസും ഡിക്രീസും ഈക്വൽ ആക്കണം. ഈക്വൽ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? SO3 2 മൈനസ് SO4 2 മൈനസ് 2 ആണ് അവിടെ ചേഞ്ച് വരുന്നത്. ഈക്വൽ ആക്കാൻ 6നോട് ഈക്വൽ ആക്കാൻ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ഇക്വേഷൻ എന്ത് വരും? Cr2O7 2 മൈനസ് പ്ലസ് 3 SO3 2 മൈനസ് ഗീവ്സ് 2 Cr3 പ്ലസ് പ്ലസ് 3 SO4 2 മൈനസ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ H+ ആഡ് ചെയ്യണം, ഹൈഡ്രജൻ ബാലൻസ് ചെയ്യണം, അതുപോലെ തന്നെ ഓക്സിജനും ബാലൻസ് ചെയ്യണം. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമുക്ക് ഓക്സിജൻ ബാലൻസ് ചെയ്യാം. ഓക്സിജൻ ലെഫ്റ്റ് സൈഡിൽ എത്രയുണ്ട്? ഇവിടെ 7, 3 × 3 6, 3 × 3 9, പ്ലസ് ടോട്ടൽ 16 ഓക്സിജൻ. ഇവിടെ വരുമ്പോൾ ടോട്ടൽ 12 ഓക്സിജൻ. ഇപ്പോൾ എന്ത് ചെയ്യുക? 4 H2O മോളിക്യൂൾ റൈറ്റ് സൈഡിൽ ആഡ് ചെയ്യുക, ബാലൻസ് ചെയ്യാൻ. ഓക്സിജൻ ബാലൻസ് ചെയ്യാൻ ഈക്വൽ നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്യുക. ദെൻ ഹൈഡ്രജൻ ബാലൻസ് ചെയ്യാൻ ഈക്വൽ നമ്പർ ഓഫ് H+ അയോൺസ് ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ 8 ഹൈഡ്രജൻ ഉണ്ട്, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എന്ത് ചെയ്താൽ 8 H+ വയ്ക്കുക. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. A Cr2O7ൻ്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻറ്റ്, B SO3 2 മൈനസിൻ്റെ, C H+ൻ്റെ. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കാം. അപ്പോൾ ഇവിടെ എ എന്ത് വരും? Cr2O7ൻ്റെ 1, ആൻഡ് B SO3 2 മൈനസ് 3, ആൻഡ് C H+ൻ്റെ 8. 138. ദാറ്റ് ഈസ് ഓപ്ഷൻ 3 വരും. 138. ഓക്കെ, ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ കുറച്ചധികം NCERT ബേസ്ഡ് ആയിരുന്നു. ചില ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് വായിച്ചാൽ അല്ലെങ്കിൽ കുറച്ച് സമയം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും എളുപ്പമാണെന്ന് വിചാരിക്കുന്നു. അതേപോലെ കെമിസ്ട്രി കുറച്ചധികം എളുപ്പമായിരുന്നു വിചാരിക്കുന്നു. ഓർഗാനിക്കൊക്കെ വളരെ സിമ്പിളായിരുന്നു. ഫിസിക്കൽ കെമിസ്ട്രി ആണെങ്കിൽ, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണെങ്കിൽ വളരെ വളരെ സിമ്പിളായിരുന്നു. പിന്നെയും കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ഇട്ടത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനിലാണ്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഒരു കുറച്ച് സമയം ഒന്ന് വായിച്ചാലാണ് നമുക്ക് ആൻസറിലേക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു ഓൾ.